ഉപേക്ഷിക്കാതെ ആമേൻ. മാധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യ അനുഭവം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിശിഹ കുടുംബങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയപരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവികാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏക ദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേറുന്ന തീക്ഷ്ണമതികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കുവാൻ മിസ്സിയോ ടീമിനെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാം. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാം പൂജിതമാണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ മനുഷ്യർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്കല്ലണമേ. ഞങ്ങളോട് തെറ്റിയതിനോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും നയിക്കും. ആമേൻ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിനും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക, കർത്താവേ നാഥനേ, യേശുവേ രക്ഷക, കർത്താവേ നാഥനേ. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ സൃഷ്ടാവാണെന്നും നീ പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ സൃഷ്ടാവാണെന്നും നീ പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ കർത്താവേ, ആരാധന അങ്ങേക്കാരാധന. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ കർത്താവേ, ആരാധന അങ്ങേക്കാരാധന. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനം അധ്യായം 5 4 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നതെന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. കൃപാവരത്തിൽ നിന്നും നിങ്ങൾ വീണുപോവുകയും ചെയ്തിരിക്കുന്നു. ഞങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി നീതി ലഭിക്കുമെന്ന പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. എന്തെന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല. സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു.
ദൈവപുത്രനായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച് പാപകടങ്ങൾ വീട്ടി നമ്മെ രക്ഷിച്ചു കഴിഞ്ഞതാണെന്നും അവിടുന്ന് ഉയർപ്പിക്കപ്പെട്ടതിനാൽ നാം നീതീകരിക്കപ്പെട്ടവരാണെന്നും നാം വിശ്വസിക്കണം. യേശുവിൽ വിശ്വസിച്ച് നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് മറ്റുള്ളവരോട് ക്ഷമിച്ച് ഹൃദയവിശുദ്ധിയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്ന ഞങ്ങളെ ഈ സമയം ഒരുമിച്ച് കൂട്ടിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. മിസിയോ ടീം ലീഡറായ ആലിസൂട്ടി ചേച്ചിയെയും ടീമിനെയും അവരുടെ നിയോഗങ്ങളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പ്രോഗ്രാം കൈകാര്യം ചെയ്യുന്ന എല്ലാവരെയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൂം പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന നവീൻ കുടുംബത്തെയും അവരുടെ നിയോഗങ്ങളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോനാഥ, മിസിയോ ക്ലാസ്സിലൂടെ ലഭിക്കുന്ന വചനങ്ങൾ കൃത്യസ്ഥമാക്കാനും മനസ്സിലാക്കാനും വചനമനുസരിച്ച് ജീവിക്കുവാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ ശക്തിപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അവിടുന്ന് നേടിത്തന്ന രക്ഷ സ്വന്തമാക്കാൻ ഈശോ മിശിഹായിൽ വിശ്വസിച്ച് പാപങ്ങളെ കുറിച്ച് അനുതപിച്ച് മാനസാന്തരപ്പെട്ട് ഈശോയെ ഹൃദയത്തിൽ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് അതരം കൊണ്ട് ഏറ്റുപറയുവാനുള്ള കൃപ ഞങ്ങൾ ഓരോരുത്തർക്കും നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ആമേൻ. ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. മിസിയോ പ്രിലിംസ് കോഴ്സിന്റെ 19ാം ബാച്ചിന്റെ 5ാമത്തെ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 4 ആഴ്ചകളിലായി നമ്മൾ മനസ്സിലാക്കി നമ്മെ സൃഷ്ടിച്ച ദൈവം നമ്മെ അനന്തമായി നമ്മെ ഓരോരുത്തരെയും ഒരു വ്യവസ്ഥകളുമില്ലാതെ സ്നേഹിക്കുന്നുവെന്ന്. എന്നാൽ ആദിമാതാപിതാക്കളുടെ പാപം മൂലം നമ്മളിലേക്ക് പാപാവസ്ഥ കടന്നു വന്നു. ഈ പാപാവസ്ഥ മൂലം ദൈവത്തിന്റെ സ്നേഹം പൂർണ്ണമായി മനസ്സിലാക്കുവാനോ അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനോ നമ്മൾക്ക് കഴിയാതെയായി. ഈ അവസ്ഥയിൽ നിന്നും മനുഷ്യന് സ്വയമേ പുറത്തേക്ക് വരുവാൻ സാധിക്കുകയില്ലെന്ന് മനസ്സിലാക്കിയ ദൈവം ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പാപപരിഹാര ബലിയായി. നമ്മൾക്ക് വേണ്ടി ദൈവം തന്റെ കുരിശുമരണ പീഡാനുഭവ ഉത്ഥാനങ്ങളുടെ നേടിത്തുന്ന രക്ഷ പൂർണ്ണമായി അനുഭവിക്കുവാൻ നമ്മൾ ചെയ്യേണ്ട ചില പ്രത്യുത്തരങ്ങളുണ്ട്, ചില പ്രതികരണങ്ങളുണ്ട്. അതിലൊന്നാണ് ഇന്നത്തെ സെഷൻ, വിശ്വാസ പ്രത്യുത്തരം. അതിന്റെ കൂടുതൽ ആഴങ്ങളിലേക്കാണ് നമ്മുടെ യാത്ര. ആദ്യമായി നമ്മൾക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച റോസ്ലി ബേബി ആൻഡ് ഫാമിലിയെയും മനോഹരമായ വിശ്വാസത്തിന്റെ ഗാനത്തിലൂടെ നമ്മളെ കൂടുതൽ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് നയിച്ച മറീന ജോയിക്കും തന്റെ മനോഹരമായ പാട്ടിലൂടെയാണ്, എന്ത് മനോഹരമായിരുന്നു ആ പാട്ട്. അതുപോലെ ബൈബിൾ വാചനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമ്മളെ കൂടുതൽ ബലപ്പെടുത്തിയ ജെസിക്കയ്ക്കും ഈശോയുടെ നാമത്തില് പ്രത്യേകം 1000 നന്ദി. ഷിക്കാഗോ രൂപതയുടെ അധ്യക്ഷനും നമ്മുടെ മിസിയോയുടെ രക്ഷാധികാരിയുമായ ജോയ് ആലപ്പാട്ട് പിതാവിനെയും നമ്മൾക്ക് വേണ്ടി സമാപന സന്ദേശവും ആശീർവാദവും നൽകാൻ എത്തിയിരിക്കുന്ന ജോമോൻ തകിടിയേക്കുന്ന അച്ഛനെയും ഈശോയുടെ നാമത്തിൽ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. മിസിയോയുടെ സാരഥിയായ ആലിസുകുട്ടി ചേച്ചിയെയും ടോമിച്ചൻ ചേട്ടനെയും എല്ലാ റിസോഴ്സ് ടീം മെമ്പേഴ്സിനെയും മെന്റേഴ്സിനെയും കോർഡിനേറ്റേഴ്സിനെയും ഇന്ന് നിങ്ങളുടെ എല്ലാ സമയവും മാറ്റിവെച്ച് ഈ ഒരു കൂട്ടായ്മയിൽ ഓൺലൈൻ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും, പ്രത്യേകമായി യൂട്യൂബിൽ ഇനി ഈ പ്രോഗ്രാം കാണാനിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും, പ്രത്യേകിച്ച് ഇന്ന് ഈ പ്രോഗ്രാം നടത്താനിരിക്കുന്ന ഓരോ മെമ്പേഴ്സിനെയും ഈശോയുടെ നാമത്തിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇനി എന്തായിരുന്നു തോമാസ് ലീഹ നൽകിയ വിശ്വാസ പ്രത്യുത്തരം? എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ആ ഒരു വാക്കിലൂടെ തന്നെ അവൻ പൂർണ്ണമായി ദൈവത്തിന് സ്വയം സമർപ്പിച്ചു. രക്തസ്രാവക്കാരിയായ സ്ത്രീയുടെ വിശ്വാസത്തിന് ദൈവം ഇങ്ങനെ മറുപടി പറഞ്ഞു: മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. വിശ്വാസം എന്താണെന്നും വിശ്വാസ പ്രത്യുത്തരം നമ്മൾ എങ്ങനെയാണ് നൽകേണ്ടതെന്നും നമുക്ക് കൂടുതലായി പറഞ്ഞു തരുവാനായിട്ട് ബീന മാത്യു ചേച്ചീനെ സ്വാഗതം ചെയ്യുന്നു. പ്രൊക്ലമേഷൻ, ബീന മാത്യു. ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെട്ടവരെ, കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ നാം യേശുക്രിസ്തുവിലൂടെ കൈവന്ന രക്ഷയെക്കുറിച്ച് ആഴത്തിൽ ധ്യാനിക്കുകയും മനസ്സിലാക്കുകയുമായിരുന്നു. നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായും ഈ ലോകം മുഴുവനെയും ഈശോ തന്റെ കുരിശു മരണ ഉത്ഥാനത്തിലൂടെ രക്ഷിച്ചു കഴിഞ്ഞു എന്നുള്ള ആ സന്തോഷ വാർത്തയാണ് നാം ധ്യാനിച്ചത്. അങ്ങനെയെങ്കിൽ ഈ ഒരു രക്ഷ സ്വന്തമാക്കുവാൻ
നാം എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഇന്ന് നാം കേൾക്കാൻ പോകുന്നത്. ഈശോ മിശിഹായിൽ വിശ്വസിച്ച് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അനുതപിച്ച് ഈശോയെ ഹൃദയത്തിൽ രക്ഷകനും നാഥനുമായി സ്വീകരിക്കണം. റോമ 10:9 ആകയാൽ യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവരെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്തു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ക്രൈസ്തവ ജീവിതത്തിൽ രക്ഷയ്ക്ക് അടിസ്ഥാനമായി നിൽക്കുന്നത് ഈ വിശ്വാസമാണ്. എഫെസസ് 2:8-9 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്, അത് പ്രവൃത്തികളുടെ ഫലമല്ല എന്ന്. നിയമങ്ങളുടെ അനുഷ്ഠാനങ്ങളോ സൽപ്രവൃത്തികളുടെ ഫലമോ അല്ല ഒരാൾ രക്ഷ പ്രാപിക്കുന്നത്, വിശ്വാസം വഴിയാണ്. യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം യേശു എന്റെ പാപത്തിന് പരിഹാരമായി കുരിശിൽ പിടഞ്ഞ് മരിച്ചുയർത്തു എന്ന് വിശ്വസിക്കുകയാണ്. ഇനി ഈ രക്ഷയുടെ പ്രത്യുത്തരം നൽകി ആ രക്ഷയുടെ അനുഭവം നാം സ്വന്തമാക്കണം. അതിന് നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യുത്തരം കൂടിയേ തീരൂ. അതാണ് വിശ്വാസ പ്രത്യുത്തരവും മാനസാന്തര പ്രത്യുത്തരവും. ഇന്ന് നാം ചിന്തിക്കുന്നത് വിശ്വാസ പ്രത്യുത്തരത്തെ കുറിച്ചാണ്. നമുക്കറിയാം, ദൈവം ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഒബ്ജക്റ്റീവായിട്ടുള്ള സാൽവേഷൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നു കഴിഞ്ഞു. നാം എല്ലാം റെഡീംഡായി, വീണ്ടെടുക്കപ്പെട്ടു കഴിഞ്ഞു. നമ്മുടെ കടങ്ങൾ മുഴുവൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിക്കഴിഞ്ഞു എന്നതാണ് നമ്മുടെ വിശ്വാസം. ഉദാഹരണമായി, ഒരപ്പൻ മകളുടെ കടങ്ങൾ വീട്ടുവാൻ ബാങ്കിൽ 15 ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്. മകൾക്കത് അറിയുകയും ചെയ്യാം. എന്നാൽ ചെക്ക് എഴുതി ഒപ്പിട്ട് ബാങ്കിൽ ചെന്ന് ക്യാഷ് കൗണ്ടറിൽ കൊടുത്തെങ്കിൽ മാത്രമേ രൂപ ലഭിക്കുകയുള്ളൂ. കർത്താവ് ഈശോ മിശിഹാ വീട്ടിയത് നമ്മുടേതാക്കണമെങ്കിൽ നമ്മുടെ സഹകരണം ആവശ്യമാണ്. അപ്പൻ മകളുടെ കടബാധ്യതയ്ക്ക് 15 ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിലും അത് ഞാൻ അറിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അറിഞ്ഞിട്ട് നന്ദി പറഞ്ഞാലും അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. സബ്ജക്റ്റീവായിട്ട് ഈ രക്ഷ നാം സ്വന്തമാക്കേണ്ടിയിരിക്കുന്നു. അതായത് ക്രിസ്തു എല്ലാവർക്കുമായി രക്ഷയൊരുക്കിയത് നാം ഓരോരുത്തരും സ്വന്തമാക്കണം. ഈശോ നമ്മെ അത്രമേൽ സ്നേഹിച്ചതിനാലാണ് എന്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് അർഹമായ ശിക്ഷ അവിടുന്ന് തൻ്റെ മേൽ ഏറ്റെടുത്തത്. കുരിശിലെ വേദന, അപമാനം, രക്തസ്രാവം, മരണം ഇതെല്ലാം യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടതായിരുന്നു. ഈ മഹാസ്നേഹം ധ്യാനിക്കുമ്പോൾ ചെറുതെന്ന് തോന്നുന്ന ഓരോ പാപവും ഈശോയെ വേദനിക്കുന്നതാണെന്ന തിരിച്ചറിവിൽ അവയിൽ നിന്ന് വിട്ടു നിൽക്കണം. ഒരു കൊച്ചു പാപം പോലും ചെയ്യാതെ ജീവിക്കണമെന്നുള്ള ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ ജനിക്കണം. ഇനി ചെയ്താൽ തന്നെ അനുതാപം നിറഞ്ഞ ഹൃദയത്തോടെ ഈശോയുടെ അടുക്കിലേക്ക് മടങ്ങി വരുന്ന ഒരു മനസ്സുണ്ടാകണം. എൻ്റെ ഓരോ ചെറിയ പാപത്തിനും യേശു കുരിശിൽ പിടഞ്ഞു മരിച്ചു എന്നത് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കുമ്പസാരം നടത്തുവാൻ നമ്മുടെ ഹൃദയം സ്വാഭാവികമായി തന്നെ നയിക്കപ്പെടണം. കുരിശിൽ തറയ്ക്കപ്പെട്ട് യേശു മരിച്ചില്ലാതാവുകയല്ല, പിന്നെയോ നമ്മുടെ കുഞ്ഞു പാപങ്ങൾക്ക് വേണ്ടി പോലും മരിച്ചു ജീവിക്കുകയാണ്. ഇതൊരു ചരിത്ര സംഭവം മാത്രമല്ല, മറിച്ച് വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കും ലഭിക്കുന്ന വ്യക്തിഗത രക്ഷയാണ്. കർത്താവ് ഈശോ മിശിഹാ സഭയാകുന്ന ബാങ്കിൽ നിക്ഷേപിച്ച കൃപ മുഴുവൻ നമ്മളങ്ങ് എടുക്കുക. ഇത് നമ്മുടെ അവകാശമാണ്. എത്ര പാപം കൊണ്ടുവന്നാലും അവിടെ ഒരു പിശുക്കുമില്ല. അവിടെ കൃപ ധാരാളമായി വെച്ചിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപയുണ്ട്. ATM വഴിയോ ചെക്ക് വഴിയോ നാം ഒന്ന് അതെടുത്താൽ മാത്രം മതി. ഈ ദിവസങ്ങളിൽ നല്ല തിരിച്ചറിവുണ്ടാകുവാനും പാപബോധവും പശ്ചാത്താപത്തോടെയും അതിലേറെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് അതിൽ നിന്ന് സ്വതന്ത്രമാകുവാനും നാം ശ്രമിക്കണം. അതുവഴി ഈശോ നേടിത്തന്ന ഈ രക്ഷ സ്വന്തമാക്കുവാൻ ആവശ്യമായ വിശുദ്ധീകരണം നാം നടത്തുകയാണ്. ഈശോ സ്നാപയോഹന്നാൻ യേശുവിനെ കുറിച്ച് പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന്. ലോകത്തിന്റെ പാപങ്ങൾ നീക്കാൻ കഴിവുള്ള യഥാർത്ഥ കുഞ്ഞാട് യേശുക്രിസ്തുവാണ്. അവൻ നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാടക്കിടാങ്ങളുടെയോ രക്തത്താലല്ല, സ്വന്തം രക്തത്തിലൂടെയാണ്.
പന്തക്കുസ്ത ദിനത്തിൽ വിശുദ്ധ പത്രോസ് ആദ്യത്തെ പ്രസംഗം നടത്തിയപ്പോൾ അത് കേട്ടവർ ഹൃദയം നുറുങ്ങി ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? അതൊരു സാധാരണ ചോദ്യമായിരുന്നില്ല. ദൈവത്തിൽ നിന്നും അകന്ന നില അവർ തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു. ഇന്നും അതേ ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉയരട്ടെ. കുരിശിലെ വേദന ഓർക്കുമ്പോൾ, നമ്മുടെ പാപങ്ങളും ദൗർബല്യങ്ങളും മനസ്സിൽ വരുമ്പോൾ നമ്മുടെ ഹൃദയം നുറുങ്ങുന്നുണ്ടോ? പത്രോസ്ലിയായുടെ മറുപടി ഇന്നും മാറിയിട്ടില്ല. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. അന്നത്തെ ജനങ്ങൾ ആ വാക്ക് കേട്ട് ഒട്ടും മടിക്കാതെ അവർ പശ്ചാത്തപിച്ചു, പാപങ്ങൾ ഏറ്റുപറഞ്ഞു, വിശ്വാസത്തോടെ പ്രത്യുത്തരം നൽകി പുതിയ ജീവിതത്തിലേക്ക് കടന്നു. ഇന്ന് നമ്മുടെ ബെയ്റൂട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ടേണാണ്. ഈശോ നമ്മെ രക്ഷിച്ചു കഴിഞ്ഞു എന്ന അനുഭവത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളോട്, അതെ, നമ്മുടെ രഹസ്യം പരസ്യപ്പെടുത്തില്ല എന്ന് ബോധ്യമുള്ള, അതായത് യേശുവുമായുള്ള കണ്ടുമുട്ടലിൽ ഞാൻ പാപാവസ്ഥയിൽപ്പെട്ട ആളാണെന്നുള്ള തുറന്നു പറച്ചിൽ നടത്തണം. ധൂർത്തപുത്രനെ പോലെ ഞാൻ ഇനി അങ്ങയുടെ പുത്രനായിരിക്കാനുള്ള യോഗ്യതയില്ല, അങ്ങയുടെ ദാസനായി സ്വീകരിക്കണമേ, ഈ മനോഭാവമായിരിക്കണം നമുക്ക് വേണ്ടത്. ഈശോയെ നാം കണ്ടുമുട്ടുമ്പോൾ പൗലോസ്ലീഹായെ പോലെ ഏറ്റുപറയണം, ഇച്ഛിക്കാത്ത തിന്മ ഞാൻ ചെയ്തു പോകുന്നു, അത് ഞാനല്ല, എന്നിൽ കുടികൊള്ളുന്ന പാപമാണ് എന്ന്. ആ പാപത്തിന്റെ അവസ്ഥയെ പൂർണ്ണമായി കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ, അനുതാപം നിറഞ്ഞ കുമ്പസാരം നടത്തുമ്പോൾ പൂർണ്ണമായ രക്ഷ നാം സ്വന്തമാക്കുകയാണ്. ദാവീദ് രാജാവ് എഴുതി, എന്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു, എന്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല, എന്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ എന്റെ പാപം അവിടുന്ന് എന്നോട് ക്ഷമിച്ചു. സങ്കീർത്തനം 32:5. യേശുക്രിസ്തു പാപമോചനാധികാരം തന്റെ ശിഷ്യന്മാർക്ക് നൽകുന്നുണ്ട്. ഗംഭീരയുടെ ശുശ്രൂഷ യേശുക്രിസ്തു അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചു എന്ന് 2 കൊരിന്തോസ് 5:18-19 പറയുന്നു. ഇന്ന് സഭയിൽ കൂടി പുരോഹിതന്മാരിലാണ് ഈ അധികാരം വന്നിരിക്കുന്നത്. യേശുവിന്റെയും സഭയുടെയും പ്രതിനിധിയായ വൈദികനോട് രഹസ്യപാപങ്ങൾ ഏറ്റുപറയുക. അതിനായി നാം നന്നായി ഒരുങ്ങേണ്ടിയിരിക്കുന്നു. നമ്മുടെ പാളിച്ചകൾ ഓരോന്നായി ഓർത്ത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. നല്ല കുമ്പസാരത്തിന് ഒരുങ്ങുവാൻ 5 കാര്യങ്ങളാണ് വേണ്ടത്. പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കുക, പശ്ചാത്തപിക്കുക, മേലിൽ പാപം ചെയ്യൽ നിന്ന് പ്രതിജ്ഞ ചെയ്യുക, പാപങ്ങളെല്ലാം ഏറ്റുപറയുക, പ്രായശ്ചിത്തം നിറവേറ്റുക എന്നിവയാണവ. നമുക്ക് ഒരു നിമിഷം ഈ പരിശുദ്ധ കുമ്പസാരത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം. തന്റെ പുത്രനെ പാപികളുടെ മോചനദ്രവ്യമാക്കിയ ദൈവത്തിന്റെ കരുണാർദ്ദ സ്നേഹം വിശ്വാസപൂർവ്വം ഏറ്റുവാങ്ങുന്നതാണ് കുമ്പസാരത്തിൽ നടക്കുന്നത്. അനുതപിക്കുന്ന പാപിയെ വാരിപ്പുണരാനും മാറോടണയ്ക്കാനും വെമ്പൽ കൊള്ളുന്ന ദൈവത്തിന്റെ കരുണാപീഠമാണ് കുമ്പസാരവേദി. 1 യോഹന്നാൻ 1:9. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമായ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. ഏതൊക്കെ പാപങ്ങളാണ് നാം കുമ്പസാരത്തിൽ ഏറ്റുപറയേണ്ടത്? സമയക്കുറവ് മൂലം ചുരുക്കി പറയാം. അനുതാപികൾ ഉത്സാഹപൂർവ്വം നടത്തുന്ന ആത്മശോധനയ്ക്ക് ശേഷം തങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് ബോധ്യം വരുന്ന എല്ലാ മാരക പാപങ്ങളും കുമ്പസാരത്തിൽ അവർ എണ്ണി പറയണമെന്ന് CCC 1456 പറയുന്നു. 10 പ്രമാണങ്ങളിൽ ഏത് ലംഘിച്ചാലും അവയെല്ലാം മാരകപാപങ്ങളാണ്. തിരുസഭയുടെ 5 കൽപ്പനകൾ ലംഘിക്കുന്നതും മാരകപാപം തന്നെ. മൂലപാപങ്ങളെല്ലാം നാം ഏറ്റുപറയേണ്ടതായിട്ടുണ്ട്. ദ്രവ്യാഗ്രഹം, ജഡികാസക്തി, അഹങ്കാരം, മടി, അസൂയ, കോപം, ആർത്തി എല്ലാമാണ് അവ. മനഃപൂർവ്വമുള്ളതും അനുതാപരഹിതവുമായ ലഘുപാപങ്ങൾ ഏറ്റുപറഞ്ഞ് സ്ഥിരമായി കുമ്പസാരിക്കുന്നത് നമ്മുടെ മനസാക്ഷി രൂപീകരണത്തിനും ആത്മീയ വളർച്ചയിൽ പുരോഗതി പ്രാപിക്കാനും സഹായകമാവുന്നു. അല്ലെങ്കിൽ അത് അല്പാൽപമായി നമ്മെ മാരക പാപത്തിന് പ്രേരിപ്പിക്കുന്നു. ഇനി നല്ലൊരു കുമ്പസാരത്തിന് നാം ഓർക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചും ചുരുക്കി പറയാം. പാപങ്ങൾ ഓർത്ത് പശ്ചാത്തപിച്ച് പ്രതിജ്ഞ ചെയ്ത നാം വീണ്ടും ആ പാപങ്ങളിൽ തുടരരുത്. റോമ 6:2 ഒരിക്കലും പാടില്ല.
പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? പുളിച്ച പന്നി വീണ്ടും ചെളിയിൽ കിടന്നുരുന്ന പോലെയാണത്. അതിനാൽ വീണ്ടും പാപം ചെയ്യില്ല എന്നുള്ള പ്രതിജ്ഞ വളരെ പ്രധാനപ്പെട്ടതാണ്. വീണ്ടും എണ്ണവും തരവും തിരിച്ചു വേണം നമ്മൾ പാപങ്ങൾ പറയുവാൻ. അനീതിയുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് മാത്രം പാപം ക്ഷമിക്കപ്പെട്ടുവെന്നും കരുതരുത്. പ്രായശ്ചിത്തം അനുഷ്ഠിക്കണം. ഉദാഹരണമായി കട്ടെടുത്തവർ തിരിച്ചു കൊടുക്കണം. പാപം ഏറ്റുപറയുന്നതിന് മുമ്പ് തിരിച്ചു കൊടുക്കാമെന്ന് പ്രതിജ്ഞയെങ്കിലും എടുക്കണം. വീണ്ടും ഒരിക്കൽ പറഞ്ഞ പാപങ്ങൾ പിന്നീട് പറയാൻ കടപ്പാടില്ല. ഒരിക്കൽ പറഞ്ഞപ്പോൾ തന്നെ ദൈവം അത് ക്ഷമിച്ചു. മനഃപൂർവ്വമല്ലാതെ ചില പാപങ്ങൾ മറന്നുപോയാൽ അത് ക്ഷമിക്കപ്പെട്ടതായി കണക്കാക്കാവുന്നതാണ്. കാരണം ആ വ്യക്തി അത് പറയാൻ തയ്യാറായി ചെന്നതാണല്ലോ. പിന്നീട് ഓർക്കുന്നെങ്കിൽ അടുത്ത പ്രാവശ്യം കുമ്പസാരിക്കുമ്പോൾ പറയുന്നത് നല്ലതായിരിക്കും. എത്ര നാളായി കുമ്പസാരിച്ചിട്ട് എന്ന് ആദ്യം പറയുക. കഴിഞ്ഞ തവണത്തെ പ്രായശ്ചിത്തം അനുഷ്ഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നും അറിയിക്കുക. ഞാനൊരു അധ്യാപികയാണ് അല്ലെങ്കിൽ വിദ്യാർത്ഥിയാണ് എന്നിങ്ങനെ പരിചയപ്പെടുത്തുന്നത് നല്ലതാണ്. അതുപോലെ കുമ്പസാരിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വന്ന് എന്റെ പാപങ്ങൾ ഓർമ്മിച്ചു തരണേ എന്ന് കുറെ നേരം പ്രാർത്ഥിക്കുന്നതും നല്ലത് തന്നെ. കുമ്പസാരത്തിന് ശേഷം പാപങ്ങൾ ക്ഷമിച്ച് അവയ്ക്കെല്ലാം പരിഹാരം ചെയ്ത യേശുവിന്റെ സ്നേഹത്തെ പറ്റി ധ്യാനിക്കുന്നതും വളരെ നല്ലത് തന്നെ. ഇനി വിശ്വാസവും വിശ്വാസപ്രത്യത്തരവും എല്ലാം നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും സ്വാധീനിക്കുന്നുണ്ട്. എൻ്റെ ഒരു അനുഭവം പറയട്ടെ. എനിക്ക് വന്ന മാരകമായ ഒരു രോഗത്തിന്റെ അവസ്ഥയിൽ എനിക്ക് നന്നായി കുമ്പസാരിക്കുവാൻ സാധിച്ചു. അതുവഴി നിറഞ്ഞ തെളിഞ്ഞ മനസ്സോടെ ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ സാധിച്ചു. ഓരോ കീമോയിലൂടെയും ഈശോയുടെ തിരക്തം തുള്ളി തുള്ളിയായി എൻ്റെ ശരീരത്തിലേക്ക് എല്ലാ കോശങ്ങളിലേക്കും കയറുന്നതായി കണ്ടു വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഈശോയുടെ തിരക്ത വിശ്വാസത്തിലൂടെ സൗഖ്യം കിട്ടിയ അനുഭവം. ധ്യാന കേന്ദ്രങ്ങളിലും മറ്റും നിരവധി രോഗസൗഖ്യം നടക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം അവിടെ നടക്കുന്ന ആത്മാർത്ഥമായ കുമ്പസാര കുദാശയാണെന്നുള്ളത് നമ്മിൽ പലർക്കും അറിയില്ല. പൂർണ്ണ ആരോഗ്യത്തിന് ഇന്ന് ശരീരവും മനസ്സും ഒത്തൊരുമിച്ച് പോകേണ്ടതാണെന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഹൃദയശുദ്ധിയോടെയുള്ള പ്രാർത്ഥനയും ധ്യാനവും നടത്തുമ്പോൾ മനുഷ്യ ശരീരത്തിൽ രോഗപ്രതിരോധ ശക്തിക്കുള്ള ഒരു ദ്രാവകം ഇമ്മ്യൂണോഗ്ലോബുലിൻ ഉത്പാദിക്കപ്പെടുന്നതെന്നുള്ള കാര്യം ശാസ്ത്രം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. മനസ്സിലെ രോഗം ശരീരത്തെ ഉടനീളം ബാധിക്കുന്നു എന്നതും ബൈബിളിൽ ഉടനീളം കാണുന്ന വസ്തുതയാണ്. ഇവിടെ മനസ്സിന്റെ പാപം എന്ന് നമ്മൾ മനസ്സിന്റെ രോഗം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാപങ്ങൾ തന്നെ. സഭാപ്രസംഗൻ 11:10 പറയുന്നു, മനസ്സിൽ നിന്നും ആകുലത അകറ്റുമ്പോൾ ശരീരത്തിൽ നിന്ന് വേദന ദൂരീകരിക്കപ്പെടുന്നു. മനസ്സിനെ സൗഖ്യമാക്കിയതിനു ശേഷമാണ് കർത്താവ് ശാരീരിക സൗഖ്യം പലപ്പോഴും നൽകുന്നത്. ഓരോ സൗഖ്യത്തിലൂടെയും യേശു അർത്ഥമാക്കുന്നത് എല്ലാവരുടെയും വിശ്വാസവും രക്ഷയുമാണ്. വിശ്വസിക്കുന്നവർക്കാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ സാധിക്കുക. കുമ്പസാരം എന്ന വിശ്വാസ പ്രത്യുത്തരത്തിന് ഇതിൽ നല്ല പങ്കുണ്ടെന്ന് നാം ഇപ്പോൾ തന്നെ കേട്ടു കഴിഞ്ഞുവല്ലോ. അങ്ങനെ കുമ്പസാരം വഴി ആത്മീയ വിശുദ്ധീകരണവും പാപക്ഷമയും ലഭിക്കുന്നു. അതുവഴി ദൈവവുമായി അനുരഞ്ജനം സാധ്യമാകുന്നു. വീണ്ടും കുമ്പസാരം കുറ്റബോധം കളഞ്ഞ് ആന്തരിക സമാധാനവും സ്വാതന്ത്ര്യവും നൽകുകയും വ്യക്തികളെ പാപത്തിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യുന്നു. പ്രസാദവരത്തിന്റെ പുനഃസ്ഥാപനം വഴി ആത്മാവിനെ ദൈവത്തിന്റെ സ്നേഹവും വഴിനടത്തലും സ്വീകരിക്കാൻ പ്രാപ്തരാക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കാം. ആത്മാർത്ഥതയോടെ കുമ്പസാരിക്കുവാനും അതിലൂടെ ദൈവാനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങുവാനും നമ്മെ തന്നെ ദൈവസന്നിധിയിൽ വെച്ചു കൊടുക്കുകയും ചെയ്യാം. നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുതപിച്ച് ഏറ്റുപറയുവാനും അവന്റെ നാമത്തിൽ പാപമോചനവും രക്ഷയും നേടുവാനും ശ്രമിക്കാം. അതിനായി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. വിശ്വാസത്തെ പറ്റിയും കുമ്പസാരത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയും ഇന്നൊരു നല്ല കുമ്പസാരം നമ്മൾ എങ്ങനെ നടത്തി യേശു നമുക്ക് നേടിത്തന്ന ഈ രക്ഷ സ്വന്തമാക്കണമെന്നും നമുക്ക് തന്റെ പ്രൊക്ലമേഷനിലൂടെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്ന ബീന ചേച്ചിക്ക് 1000 നന്ദി. ഇനി നമ്മൾക്ക് ടെസ്റ്റ് മണിയാണ്. തന്റെ ജീവിതാനുഭവത്തിൽ താൻ എങ്ങനെയാണ് ഈ വിശ്വാസ പ്രത്യുത്തരം നൽകിയത് എന്ന് നമ്മൾക്ക് പറഞ്ഞു തരുവാനായി ഡോക്ടർ ആൻമി നമ്മോടൊപ്പം ഉണ്ട്. ഡോക്ടർ ആൻമിയെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഡോക്ടർ ആൻമി ജോയൽ. ഞാൻ ഒരു ഹോമിയോ ഡോക്ടറാണ്. എൻ്റെ ഭർത്താവ് ജോയൽ പീറ്റർ IT എഞ്ചിനീയർ ആണ്. ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്നു. എനിക്ക് 2 മക്കൾ 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും പഠിക്കുന്നു. അവരുടെ വിശ്വാസം കണ്ട് അവൻ പറഞ്ഞു, മനുഷ്യ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ലൂക്ക 5:20. നമ്മെ കാത്തിരിക്കുന്ന ഒരു പിതാവ് നമുക്ക് ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു വചനഭാഗമാണിത്. നമ്മൾ എത്ര പാപം ചെയ്താലും, നമ്മൾ ദൈവത്തിൽ നിന്നും എത്ര അകന്നിരുന്നാലും, നമ്മെ കാത്തിരിക്കുന്ന, നമ്മുടെ തെറ്റുകൾ ക്ഷമിച്ച് മാറോട് ചേർത്ത് വെക്കുന്ന ഒരു പിതാവ് നമുക്ക് ഉണ്ട് എന്ന് എത്ര സന്തോഷകരമായ ഒരു കാര്യമാണ്. അത്തരത്തിലുള്ള ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടം. അപ്പോഴാണ് ഞാൻ ഈശോയെ അറിയാനും ഇത്രത്തോളം എന്നെ കരുതുന്ന ഒരു പിതാവ് എനിക്കുണ്ടെന്നും എൻ്റെ പാപങ്ങൾ ക്ഷമിക്കുന്ന ഒരു പിതാവ് എനിക്കുണ്ടെന്നും ഞാൻ തിരിച്ചറിഞ്ഞത്. 10-ാം ക്ലാസ് വരെ വഴിവിട്ട ഒരു ജീവിതമായിരുന്നു എൻ്റേത്. പ്രാർത്ഥനകളില്ല, പേരിന് പള്ളിയിൽ പോകും, ചീത്ത കൂട്ടുകെട്ട്, അങ്ങനെ നീളും എൻ്റെ ജീവിതം. ഇതിനെല്ലാം പുറമെ എനിക്ക് വിട്ടുമാറാത്ത ഒരു ശാരീരിക അസുഖം കൂടി ഉണ്ടായിരുന്നു. 10 വർഷമായി ആ അസുഖം എൻ്റെ കൂടെയുണ്ട്. എൻ്റെ പപ്പായും മമ്മിയും എന്നെ കുറിച്ച് ഓർത്ത് കരയാത്ത ഒരു ദിവസം പോലുമില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എൻ്റെ അമ്മ എറണാകുളം ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം നടക്കുന്നതായി അറിഞ്ഞു. എന്നോട് അത് പറഞ്ഞു. പ്രാർത്ഥനയെ വെറുപ്പായി കണ്ടിരുന്ന എന്നോട് ധ്യാനത്തിന് പോകാൻ പറഞ്ഞു. ഞാൻ സമ്മതിച്ചില്ല. 5 ദിവസമായിരുന്നു ധ്യാനം. ആ 5 ദിവസവും എനിക്ക് പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അമ്മയുടെ മനസ്സാന്നിധ്യം, എൻ്റെ അമ്മയുടെ ആ ശാഠ്യം, അതാണ് എൻ്റെ ജീവിതം വഴിവിട്ടത്. ഞാനിത് അറിയുന്ന ദിവസം ഞങ്ങൾ ആന്റിയുടെ വീട്ടിലായിരുന്നു. ആന്റി മമ്മിയോട് പറഞ്ഞു, കുട്ടിക്ക് താല്പര്യമില്ലെങ്കിൽ കൊണ്ടുപോകണ്ട. പക്ഷെ മമ്മിയുടെ ആ ഒറ്റ നിപ്പിൽ തന്നെ, മമ്മിയുടെ ആ ഒരു ഉറച്ച തീരുമാനമായിരുന്നു എൻ്റെ ജീവിതം തന്നെ വഴിമാറിയത്. അങ്ങനെ മമ്മി എന്നെ വലിച്ചഴിച്ചുകൊണ്ട് ബസ്സിൽ കയറുന്നു. ആ ബസ് ഞാൻ തലകീഴായി മറിക്കുന്നു. എൻ്റെ ബഹളം കാരണം ആ ബസ്സിലുള്ള ആൾക്കാർ തന്നെ മമ്മിയെ കുറ്റപ്പെടുത്തുന്നു. പക്ഷെ മമ്മി അതൊന്നും ഗൗനിക്കാതെ മമ്മി മുന്നോട്ട് തന്നെ പോയി. അങ്ങനെ ധ്യാനകേന്ദ്രത്തിലെത്തുന്നു. ധ്യാനകേന്ദ്രത്തിലെത്തി ഞാന് അവിടുന്ന് ഇറങ്ങിപ്പോകാനുള്ള വഴികളെല്ലാം ഞാൻ നോക്കി വെക്കുന്നു. കാരണം എൻ്റെ പപ്പയുടെ അനിയന്റെ വീട് അവിടെയാണ്. അപ്പൊ എനിക്ക് മമ്മിയോട് പറയാതെ എനിക്ക് ചിറ്റപ്പന്റെ വീട്ടിൽ എനിക്ക് പോകാം. അപ്പോഴാണ് ഞാൻ അറിയുന്നത് കുട്ടികൾക്കുള്ള ധ്യാന ഹാള് വേറെ, വലിയവർക്കായിട്ടുള്ള ധ്യാന ഹാള് വേറെ. അപ്പൊ അതിലേറെ സന്തോഷം എനിക്ക് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ധ്യാന ഹാളിൽ വരുന്നു. ഞാൻ ഇരിക്കുന്ന സ്ഥലം ഏറ്റവും പുറയില്, ഏറ്റവും അറ്റത്ത്, ഏറ്റവും പുറയിലത്തെ കസേരയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഇരിക്കുന്ന സമയത്ത് അവിടെ കുറെ സൗഖ്യങ്ങൾ നടക്കുന്നുണ്ട്. അതായത് കാഴ്ച കുറവുള്ളവർക്ക് കാഴ്ച ലഭിക്കുന്നു. അപ്പൊ ഇതൊക്കെ ഉടായ്പുള്ള പരിപാടിയാണെന്ന് ഞാൻ മനസ്സിൽ കരുതുന്നു. കാഴ്ച കുറവാണെങ്കിൽ ഡോക്ടറിനെ പോയി കാണണം, കണ്ണാടി മാറ്റണം, അങ്ങനെ രോഗം സൗഖ്യപ്പെടും. അതിപ്പോ ഇവിടെ വന്നിട്ട് ഇവിടെ സൗഖ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു വിചാരത്തിലാണ് ഞാൻ ആ ധ്യാന ഹാളിൽ ഇരിക്കുന്നത്. അങ്ങനെ 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം. 3-ാം ദിവസം ആയപ്പോഴത്തേക്കും എന്തായാലും ഞാൻ ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചു. അപ്പോ അന്നത്തെ ശുശ്രൂഷ നടത്തിയിരുന്നത് ഫാദർ ജേക്കബ് മഞ്ഞളിക്കാട്ടിലാണ്, അച്ഛനാണ്. അപ്പൊ അച്ഛൻ വന്ന് ക്ലാസ് ഒക്കെ എടുക്കുന്നു. അപ്പൊ അച്ഛൻ 10 കൽപ്പന, അന്ന് പാപത്തിന്റെ ക്ലാസ് ആണ്. അപ്പൊ 10 കൽപ്പന പറയുന്നു. ഞങ്ങൾ അതിന്റെ നേരക്കുള്ള പാപങ്ങൾ ഞങ്ങൾ എഴുതുന്നു. സാധാരണ ഞാൻ കുമ്പസാരിക്കുമ്പോൾ എനിക്ക് 3 പാപങ്ങളെ എനിക്കുള്ളൂ. അപ്പൊ ഞാൻ ഇതൊക്കെ എഴുതി വന്നപ്പോഴത്തേക്കും എനിക്ക് 42 പാപങ്ങൾ. അപ്പൊ 42 പാപങ്ങൾ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ 42 പാപങ്ങൾ എനിക്ക് ഉണ്ടോ എന്നുള്ള അതിശയത്തിൽ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. അപ്പൊ ആ സമയത്ത് കുമ്പസാരത്തിനുള്ള സമയമായി. അപ്പൊ ഞങ്ങളെ വരിയായിട്ട് നിർത്തുന്നു. അവിടെയും ദൈവത്തിന്റെ വലിയൊരു കരസ്പർശമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഞാൻ ഇരുന്നത് ഏറ്റവും പുറയിലത്തെ സീറ്റിലാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പം ആദ്യത്തെ കുമ്പസാരിക്കേണ്ട ആള് ഞാനായിരുന്നു. ഞാൻ പോയ കുമ്പസാരക്കൂട് വളരെ മനോഹരമായിരുന്നു. അതിന് മുമ്പില്, കുമ്പസാരക്കൂടിന് മുമ്പില് മാതാവിന്റെ ഒരു സ്റ്റാച്യു ഉണ്ടായിരുന്നു. ഞാൻ മാതാവിന്റെ അടുത്ത്, ഏറ്റവും ആദ്യത്തെ കുമ്പസാരക്കൂടാ, അപ്പൊ ഞാൻ മാതാവിന്റെ അടുത്തേക്ക് പോയിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോവാ. ഞാൻ ഇറങ്ങി പോകുന്നതിന് മുന്നേ എന്തായാലും ഞാൻ ഇറങ്ങി പോകുന്ന എന്നാ പാപങ്ങളെല്ലാം പറഞ്ഞേച്ചും നല്ലൊരു കുമ്പസാരം നടത്തിയേച്ചും ഞാൻ ഇറങ്ങിപ്പോവും, എന്റെ പിന്നെ വിളിച്ചേക്കരുതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കുമ്പസാരിക്കാൻ കയറുന്നു. ഞാൻ
കുമ്പസാരിക്കുന്നു. ആ കുമ്പസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ നിന്ന് വലിയൊരു കല്ല്, അതായത് ഒരു കല്ല് ഇങ്ങനെ എടുത്തു മാറ്റി വെച്ചിരിക്കുന്ന പോലത്തെ ഒരു അനുഭവം എനിക്കുണ്ടായി. അത് എങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കി എടുക്കണം എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അതിപ്പോഴും ഞാൻ പറയുമ്പോഴും എനിക്ക് ആ ഒരു അനുഭവം വളരെ എനിക്ക് അനുഭവപ്പെടാറുണ്ട്. ഒരു കല്ലിങ്ങനെ എടുത്തു മാറ്റി വെച്ച പോലെ ഒരു അനുഭവം എനിക്ക് അവിടെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് പ്രായശ്ചിത്തം പറഞ്ഞു അച്ഛൻ. ആ പ്രായശ്ചിത്തം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് മാതാവിന്റെ ആ സ്റ്റാച്യൂയുടെ അടുത്താണ്. അപ്പൊ ഞാൻ മാതാവിന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പോകുന്നായിരുന്നു പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ ഇനി പോകുന്നില്ല. ഞാൻ ഈശോയ്ക്ക് ശുശ്രൂഷകയായിട്ട് ഞാൻ ഇവിടെ തന്നെ ഞാൻ കഴിയാൻ പോവാം മാതാവേ എന്ന് പറഞ്ഞ് എനിക്കറിയത്തില്ല എത്ര പേര് കേട്ടു എന്ന് എനിക്കറിയത്തില്ല. അതുപോലെ ഞാൻ അലമുറയിട്ട് ഞാൻ കരഞ്ഞു. അതുപോലെ ഞാൻ കരഞ്ഞു. കാരണം അതുപോലെ എനിക്ക് പാപങ്ങൾ ഞാനൊരു പാപിയായിരുന്നു. ഞാൻ വഴിവിട്ട ജീവിതമായിരുന്നു. എനിക്ക് പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. ഞാൻ എത്ര പേര് അത് കേട്ടു എന്ന് എനിക്കറിയത്തില്ല. അതുപോലെ ഞാൻ കരഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന ബ്രദർമാർ, ചേട്ടന്മാരെ എന്നെ കൊണ്ടുപോയി ധ്യാന ഹാളിൽ കൊണ്ടിരുത്തി. അത് കഴിഞ്ഞിട്ട് അവിടെ ഇന്നും ഞാൻ ഇങ്ങനെ ഏങ്ങലടിച്ച് കരയുമായിരുന്നു. അന്ന് രാത്രിക്ക് ഞങ്ങള് കിടക്കുന്നത് ഡോമിട്രിയിലാണ്. അപ്പൊ ഞാൻ മമ്മിയോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പൊ അന്ന് രാത്രി എനിക്ക് ശരീരത്തിന്റെ ഒരു സൈഡ് എനിക്ക് ഭയങ്കര മരപ്പായിരുന്നു. അതായത് എനിക്ക് അങ്ങോട്ട് തിരിയാൻ പറ്റില്ല, ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല. എങ്ങനെയൊക്കെയോ ഞാൻ നേരം വെളുപ്പിച്ചു. അങ്ങനെ പിറ്റേ ദിവസം രോഗശാന്തി ശുശ്രൂഷയും പരിശുദ്ധാത്മാഭിഷേക ദിവസമായിരുന്നു, ലാസ്റ്റ് ദിവസമായിരുന്നു. അപ്പൊ എനിക്ക് ഇങ്ങനെ എല്ലാവരും സ്തുതിക്കുന്നു, അതുപോലെ ഞാൻ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അങ്ങനെ ഈശോയെ വരണമേ, എന്നെ സുഖപ്പെടുത്തണമേ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷെ എന്റെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അങ്ങനെയൊന്നും ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. പക്ഷെ ഞാൻ ആ കണ്ണടിച്ച നിമിഷം ഞാൻ സുന്ദരിയായ ഒരു സ്ത്രീയെ ഞാൻ കാണുവാണ് എന്റെ കൺമുമ്പില്. ഇതുപോലത്തെ ഒരു സുന്ദരിയായ സ്ത്രീ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അതുപോലത്തെ സുന്ദരിയായ ഒരു സ്ത്രീ, അത് മാതാവായിരുന്നു. മാതാവ് എന്റെ തലയെ കൈ തൊട്ടതും ആ ശുശ്രൂഷ നടത്തിയിരുന്നത് ജേക്കപ്പച്ചനായിരുന്നു. അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, 10 വർഷമായിട്ട് ഇങ്ങനെ അസുഖമുള്ള ഒരു കുട്ടീനെ ദൈവം സൗഖ്യപ്പെടുത്തുന്നു. അപ്പൊ അങ്ങനെ എത്രയോ പേര് ആ ഹോളിലുണ്ട്. അപ്പൊ എന്റെ കൈ ആരും ഇങ്ങനെ ഉയർത്തിയപ്പോ അച്ഛൻ എന്നോട് ചോദിച്ചു, നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ ചെവിയിൽ മുഴങ്ങുന്നതായിട്ട് എനിക്ക് കേൾക്കാം, നീ വിശ്വസിക്കുന്നുണ്ടെന്ന് പറ. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പിന്നെ സ്തുതിച്ചു. അങ്ങനെ ധ്യാനം കഴിഞ്ഞു കുർബാന കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയപ്പോ ഞാൻ അമ്മയോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ഇവിടെ ഞാൻ ഈശോയ്ക്ക് എൻ്റെ ജീവിതം ഞാൻ മാറ്റി വെക്കുവാണ്. ഞാൻ ഇനി ഈശോയുടെ ഒരു മകളായി ഞാൻ ജീവിക്കാൻ പോവുകയാണ്. എനിക്ക് ചീത്ത കൂട്ടുകെട്ടുകളില്ല. ഞാൻ പള്ളിയിൽ എന്നും പോവും. ഞാൻ കൊന്ത ചൊല്ലും. അതായിരുന്നു എൻ്റെ തീരുമാനങ്ങൾ. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങള് ഡോക്ടറിന്റെ അടുത്ത് പോയി. ഡോക്ടർ MRI എടുത്തു. അതിശയം എന്ന് പറയട്ടെ, ഡോക്ടർ പോലും അതിശയിച്ചു പോയി. എന്ത് ട്രീറ്റ്മെന്റാ എടുത്തതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഈശോയുടെ ഒരു ട്രീറ്റ്മെന്റ് ഞാൻ എടുത്തായിരുന്നു ഡോക്ടർ. 5 ദിവസത്തെ ട്രീറ്റ്മെന്റ് ആയിരുന്നു. ഞാൻ അങ്ങനെ എന്താ ഡോക്ടർ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇങ്ങനൊരു അസുഖമുള്ള ഒരു കുട്ടി അന്ന് കണ്ടാ പറയത്തില്ല കേട്ടോ എന്ന് പറഞ്ഞു. അതുപോലെ എൻ്റെ അസുഖം പരിപൂർണമായി. ഈ നിമിഷം വരെയും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. എന്നിട്ട് ഞാൻ അപ്പൊ ഡോക്ടറിനോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഈശോയെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ ഡോക്ടറിനും അതിശയായിപ്പോയി. ഡോക്ടറും ആ ഒരു വഴിയിലോട്ട് വന്നു. അതിനുശേഷം ഒരു ദിവസം 42 കൊന്ത വെച്ച് ഞാൻ ചൊല്ലുമായിരുന്നു. അങ്ങനെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായി പിന്നീട് എൻ്റെ ജീവിതം. അതേ പ്രിയമുള്ളവരെ, പ്രഭാഷകൻ 17:24 പറയുന്നത് പോലെ പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും. അങ്ങനെ ഒരു അവസരമാണ് ഇപ്പോൾ എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഞാൻ അനുഭവിച്ച എൻ്റെ സ്നേഹത്തെ, എൻ്റെ കാരുണ്യത്തെ എൻ്റെ ജോലി സ്ഥലത്തും എന്നെ അറിയുന്നവർക്കും വേദനിക്കുന്ന എന്നെ പോലെ വേദനിക്കുന്ന ഒരുപാട് മക്കൾക്ക് എനിക്ക് പങ്കുവെക്കാൻ ഇടയായി. എല്ലാത്തിനും ഉപരി ഞാൻ ഈശോയെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെയും ഈശോയെ സ്നേഹിക്കാൻ ഞാൻ പഠിക്കുന്നു. എൻ്റെ ഈ കുഞ്ഞനുഭവം എല്ലാവർക്കും ജീവിതത്തിൽ ഉപകാരമാകും എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. ഈശോയ്ക്ക് എന്നും ആരാധനയും സ്തുതിയും സ്തോത്രവും. ആമേൻ. ഒരു നല്ല കുമ്പസാരം ഒരു വ്യക്തിയെ എത്രമാത്രം മാറ്റിയെടുക്കുമെന്ന അത്ഭുതകരമായ സാക്ഷ്യം. കുമ്പസാരക്കൂട്ടിലേക്ക് പോയ ആൻമിയല്ല പുറത്തേക്ക് ഇറങ്ങി വന്നത്. എന്തൊരു വലിയ മാറ്റമാണല്ലേ. അവളുടെ ജീവിതം മുഴുവൻ ഈശോയ്ക്കായി സമർപ്പിക്കുകയാണ്. ആൻമിയെ പോലെ നമ്മൾക്കും അത് സാധ്യമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആൻമിയുടെ സാക്ഷ്യം ഞങ്ങളുമായി പങ്കുവച്ചതിന് ഒത്തിരി നന്ദി. ഇനി നമ്മൾക്ക് സ്ലൈഡ് പ്രസന്റേഷൻ ആണ്. വിശ്വാസ പ്രതിഫലത്തെ പറ്റിയും ഒക്കെ കൂടുതലായി നമുക്ക് സ്ലൈഡ് പ്രസന്റേഷനോടെ പറഞ്ഞു തരുവാൻ ഡോക്ടർ കാർമലി ജോണിനെ
പ്രത്യേകമായി ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സ്മിത. കർത്താവ് ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഒരാഴ്ച ക്രിസ്തു നമുക്ക് നേടിത്തന്ന രക്ഷയെക്കുറിച്ച് നാം മനസ്സിലാക്കുകയായിരുന്നു. ആ രക്ഷ സ്വന്തമാക്കേണ്ടതിന് നാം നൽകേണ്ട പ്രത്യുത്തരങ്ങളാണ് വിശ്വാസവും മാനസാന്തരവും. അതിൽ വിശ്വാസ പ്രത്യുത്തരത്തെക്കുറിച്ച് സവിസ്തരമായി ബീന ചേച്ചിയുടെ പ്രഘോഷണത്തിലൂടെയും ആൻമിയുടെ സാക്ഷ്യത്തിലൂടെയും നാം കേട്ട് കഴിഞ്ഞു. ദൈവവചനങ്ങളുടെ പിൻബലത്തിൽ ഒരു സ്ലൈഡ് പ്രസന്റേഷനിലൂടെ വിശ്വാസ പ്രത്യുത്തരത്തെക്കുറിച്ച് കൂടുതൽ ബോധ്യങ്ങൾ ലഭിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനാ നിർഭരമായ മനസ്സുകളെ സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ്. മനുഷ്യരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് അവന് നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ വിശ്വസിച്ച് ഹൃദയത്തിൽ സ്വീകരിക്കുക, നമ്മുടേതാക്കുക എന്ന വിശ്വാസ പ്രത്യുത്തരം. കർത്താവിന്റെ അഭിഷിക്തനെ കാണാതെ മരിക്കുകയില്ല എന്ന വാഗ്ദാനം ലഭിച്ച ഇസ്രായേലിന്റെ വിമോചനം കാത്തുകാത്ത് ദേവാലയത്തിൽ കഴിഞ്ഞിരുന്ന വയോധികനായ ശിമയോന്റെ വാക്കുകളാണ് നാം ഇവിടെ കാണുന്നത്. സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ലൂക്കാ 2:31. വിശ്വാസപൂർവ്വം ദിവ്യ ശിശുവിന്റെ മുഖത്തേക്ക് നോക്കിയ ശിമയോൻ സർവ്വജനത്തിനുമുള്ള രക്ഷ ദർശിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് മനുഷ്യരക്ഷയ്ക്കായി ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. മനുഷ്യന്റെ പ്രത്യുത്തരത്തിനായി സ്വർഗം കാത്തിരിക്കുന്നു. സ്വർഗം ചെയ്യേണ്ടതെല്ലാം 2000 വർഷങ്ങൾക്ക് മുമ്പേ ചെയ്തു കഴിഞ്ഞതാണ്. യേശുവിലൂടെ പൂർത്തിയാക്കപ്പെട്ട രക്ഷ എന്റെ ജീവിതത്തിന്റെ ഭാഗമാകണമെങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എന്താണ് നാം ചെയ്യേണ്ടത്? ദൈവം ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു, ഇനി നാമാണ് ചെയ്യേണ്ടത്. വിശുദ്ധ പൗലോസ്ലീഹ 1 തിമോത്തി 2:4 ഇപ്രകാരം പറയുന്നുണ്ട്: എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നും അവിടുന്ന് ആഗ്രഹിക്കുന്നു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. പ്രിയപ്പെട്ടവരെ, ഈ സൗജന്യ രക്ഷ സ്വന്തമാക്കാൻ രക്ഷിച്ചവനിൽ സമ്പൂർണമായി വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ആ വിശ്വാസത്തിനായി പ്രത്യുത്തരിക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. അപ്പോൾ ഈ വിശ്വാസം നമ്മുടെ രക്ഷയിലേക്ക് നമ്മെ എന്നും വഴി നടത്തും. എന്താണ് വിശ്വാസമെന്ന് CCC 142 പറയുന്നുണ്ട്. അദൃശ്യനായ ദൈവം വെളിപ്പാടിലൂടെ തന്റെ സ്നേഹത്തിന്റെ തികവിൽ നിന്ന് മനുഷ്യരോട് സ്വമിത്രങ്ങളോട് എന്ന പോലെ സംഭാഷിക്കുന്നു. തന്റെ സൗഹൃദ വലയത്തിലേക്ക് അവരെ ക്ഷണിക്കേണ്ടതിനും സ്വീകരിക്കേണ്ടതിനുമായി അവിടുന്ന് അവർക്കിടയിൽ ചരിക്കുന്നു. ഈ ക്ഷണത്തിന് മനുഷ്യർ നൽകുന്ന സമുചിതമായ പ്രത്യുത്തരമാണ് വിശ്വാസം. അദൃശ്യനായ ദൈവത്തിന്റെ പരമപ്രധാനമായ വെളിപ്പെടുത്തലാണ് രക്ഷകനായ യേശുക്രിസ്തുവിലൂടെ മനുഷ്യകുലത്തിന് നൽകപ്പെട്ടത്. ആ ക്രിസ്തു നമ്മുടെ ഇടയിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു, കൂടെ നടന്ന് സ്വമിത്രങ്ങളോട് എന്ന പോലെ സംവദിക്കുന്നു. എന്നിട്ട് അവിടുത്തെ മാറോട് ചേർക്കാനുള്ള ക്ഷണവും നൽകുന്നു. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവനോട് ചേർന്ന് നിൽക്കാൻ എന്ത് ചെയ്യണമെന്ന് ആരായുന്നതും സ്വതന്ത്ര മനസ്സോടെ കൈ കൊടുക്കുന്നതുമാണ് വിശ്വാസ പ്രത്യുത്തരമെന്ന് CCC നമ്മെ ബോധിപ്പിക്കുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥമായ CCC 142 143 സംക്ഷിപ്തമായി നോക്കുകയാണെങ്കിൽ വിശ്വാസം എന്നത് ഇപ്രകാരമാണ്: കാലാകാലങ്ങളിൽ ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങളോടുള്ള മനുഷ്യന്റെ ഭാവാത്മകവും സ്വതന്ത്രവുമായ പ്രത്യുത്തരമാണ് വിശ്വാസം എന്ന് കാണുവാൻ സാധിക്കും. എങ്ങനെയുള്ള പ്രത്യുത്തരമാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് നാം ഇപ്പോൾ കേട്ടു. സ്വതന്ത്രമായൊരു പ്രത്യുത്തരം. പ്രിയപ്പെട്ടവരെ, ഏദൻ തോട്ടത്തിലെ നന്മതിന്മയുടെ വൃക്ഷത്തിന് ചുറ്റും ഒരു വേലി കെട്ടിയിരുന്നെങ്കിൽ ഒരിക്കലും മനുഷ്യൻ പാപം ചെയ്യുകയില്ലായിരുന്നു. പക്ഷേ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടിയായിരുന്നു. നിർബന്ധത്താലല്ല, ആരുടെയും പ്രേരണയാലല്ല, ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങളോടുള്ള സ്വതന്ത്രമായ പ്രത്യുത്തരമാണ് ക്രിസ്തീയ ജീവിതം, ക്രൈസ്തവ ജീവിതം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തിന്റെ അപരിമേയമായ ശക്തിയെക്കുറിച്ചും അവിടുത്തെ അനന്തമായ സ്നേഹത്തെക്കുറിച്ചും പല വിധത്തിൽ പലരിലൂടെ പഴയ നിയമത്തിൽ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട സമ്പൂർണമായ വെളിപ്പെടുത്തലിനെ സ്വന്തമായി സ്വീകരിച്ച് സ്വന്തമാക്കുന്നതാണ് യഥാർത്ഥ ക്രൈസ്തവ ജീവിതമെന്ന് CCC നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട സമ്പൂർണമായ വെളിപ്പെടുത്തലിനെ സ്വന്തമാക്കുക. അപ്പോൾ എന്താണ് വിശ്വസിക്കേണ്ടത്? ദൈവപുത്രനായ യേശുക്രിസ്തു കുരിശിൽ മരിച്ച് നമ്മുടെ പാപകടങ്ങൾ വീട്ടി നമ്മെ രക്ഷിച്ചു കഴിഞ്ഞതാണെന്നും അവിടുന്ന് ഉയർപ്പിക്കപ്പെട്ടതിനാൽ നാം പൂർണ്ണമായും നീതീകരിക്കപ്പെട്ടവരാണെന്നും നാം ഉറച്ചു വിശ്വസിക്കണം. നീതീകരിക്കുക എന്ന വാക്കിന്റെ അർത്ഥം കുറ്റവിമുക്തനാവുക,
കുറ്റവിമുക്തനാക്കി എന്നുള്ളതാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് പീഡ സഹിച്ചു മരിച്ചുയർത്ത യേശുക്രിസ്തു എനിക്ക് വേണ്ടിയാണ്, എന്റെ പാപങ്ങൾ ഏറ്റെടുത്താണ് മരിച്ചതെന്ന് ബോധ്യത്തിലേക്ക് ബോധപൂർവം വളരുന്നതും അവനോടുകൂടെ മാമോദീസായിൽ നമ്മളും മരിച്ചു ഉയർത്തതാണ് എന്ന സത്യം ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് നമ്മിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന വിശ്വാസ പ്രത്യുത്തരം. ആകയാൽ വിശ്വാസം എവിടെ നിന്നാണ് വരുന്നത്? റോമ 10:17 നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ഒരുവന് വിശ്വാസം ഉണ്ടാകുന്നത് വിശ്വസിക്കേണ്ട സത്യങ്ങളെ കുറിച്ചുള്ള പ്രഘോഷണം കേൾക്കുന്നതിൽ നിന്നുമാണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗം ഇനിയും ഞാൻ കേൾക്കേണ്ടിയിരിക്കുന്നു. അവധാനപൂർവം ഞാൻ അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ അനുകരിക്കേണ്ടിയിരിക്കുന്നു, അനുഗമിക്കേണ്ടിയിരിക്കുന്നു, അനുസരിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിലൂടെ കരഗതമായ രക്ഷ പ്രഘോഷിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് വിശുദ്ധ പത്രോസിന്റെ ആദ്യ പ്രസംഗത്തെ കുറിച്ച് ഒന്ന് ഓർക്കാം. പന്തക്കുസ്താ ദിനത്തിൽ പത്രോസ് ലീഹായും മറ്റു ശിഷ്യന്മാരും ചേർന്ന് സധൈര്യം യേശുവിനെ പ്രഘോഷിക്കുകയാണ്. ഓർക്കണം, യഹൂദരെ ഭയപ്പെട്ട് യേശുക്രിസ്തുവിനെ കോഴി കൂകും മുമ്പ് 3 തവണ തള്ളിപ്പറഞ്ഞ പത്രോസ് ലീഹ, സെഹിയോൻ ഉടുശാലയിൽ ഭയം നിറഞ്ഞു നിന്ന പത്രോസ് ലീഹ, പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തോടെ താൻ പേടിച്ചിരുന്ന യഹൂദരുടെ മുമ്പിൽ പന്തക്കുസ്താ ദിനത്തിൽ ധൈര്യപൂർവ്വം എഴുന്നേറ്റ് നിന്ന് യേശുക്രിസ്തുവിനെ പറ്റി പ്രഘോഷിക്കുകയാണ്. എന്താണ് പറഞ്ഞത്? നിങ്ങൾക്ക് ഒന്നടങ്കം തെറ്റുപറ്റിയിരിക്കുന്നു. നിങ്ങൾ മുഖത്ത് തുപ്പുകയും നിന്ദിക്കുകയും ചമ്മട്ടി കൊണ്ട് അടിക്കുകയും രക്തത്തിൽ ഒട്ടിപ്പിടിച്ച ഉടുതുണി ഉരിഞ്ഞു കളയുകയും ചെയ്ത് മുൾമുടി അണിയിച്ച് ലോകത്തിൽ തന്നെ ഇതുവരെയും കേട്ടിട്ടില്ലാത്ത വിധം അത്രയ്ക്ക് ക്രൂരതകൾ കാട്ടി കുരിശിൽ തറച്ച് യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ദൈവം അവനെ ഉയർത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ വലതുഭാഗത്ത് അവനെ ഉപവിഷ്ടനാക്കിയിരിക്കുന്നു. ഈ പ്രസംഗം കേട്ട യഹൂദർക്ക് ഒന്നടങ്കം മനസ്സിലായി തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന്. അപ്പോൾ ഹൃദയം നുറുങ്ങി ഇത് കേട്ടപ്പോൾ പത്രോസിനോടും മറ്റ് അപ്പസ്തോലന്മാരോടും അവർ ചോദിച്ചു. അവരെന്താണ് ചോദിച്ചത്? സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു. നേരത്തെ ബീന ചേച്ചി അത് സൂചിപ്പിക്കുകയുണ്ടായി. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. ഈ പ്രസംഗിച്ചവരുടെ ആത്മവിശ്വാസവും അവരുടെ കണ്ണിലെ തിളക്കവും ശക്തമായ വാക്കുകളും കേട്ടു നിന്നവരുടെ ഹൃദയം കീറി മുറിച്ചു. അതാണ് പ്രഘോഷണത്തിന്റെ ശക്തി. കേൾക്കുമ്പോൾ വിശ്വാസ പ്രത്യുത്തരത്തിലേക്ക് മനുഷ്യൻ വളരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും പാപികളാണ്. മനുഷ്യകുലം മുഴുവനും പാപത്തിൽ മരിച്ചവരാണ്. എന്നാൽ യേശുക്രിസ്തു പാപത്തിന് മരിച്ചവനാണ്. യേശുക്രിസ്തു സ്വീകരിച്ച നാം എല്ലാവരും യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്ന് റോമ 6:3 വചനം പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇനി പാപത്തെ ജയിച്ചവനിൽ നാം മരിക്കണം. മനുഷ്യകുലം മുഴുവൻ പാപത്തിൽ മരിച്ചവരാണ്. പാപത്തിന്റെ വേദന മരണമാണെന്ന് നമുക്കറിയാം. പാപത്തിൽ മരിച്ച നാം ഓരോരുത്തരും ഇനി പാപത്തെ ജയിച്ചവനിൽ മരിക്കണം. നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് കാൽവരിയിൽ സ്വയം ബലിയായത് വഴി നമ്മുടെ എല്ലാ പാപങ്ങൾക്കും യേശു പരിഹാരം ചെയ്തു കഴിഞ്ഞു. അതിനാൽ ഇനിയും നമുക്ക് പാപത്തിൽ ജീവിക്കാൻ അവകാശമില്ല. നമ്മുടെ പാപങ്ങളെല്ലാം അവൻ ക്ഷമിച്ചു കഴിഞ്ഞു. ഇനി അത് നാം സ്വീകരിക്കണം എന്ന് മാത്രമാണ്. ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും യേശുക്രിസ്തുവിനോട് കൂടി മരണപ്പെട്ടിരിക്കുന്നു. അതെ, നാം ഓരോരുത്തരും ജ്ഞാനസ്നാനത്തിലൂടെ അവന്റെ മരണത്തോട് ഐക്യപ്പെടുകയാണ്. പാപത്തെ ജയിച്ചവന്റെ മരണത്തോട് താതാത്മ്യപ്പെടുന്നതാണ് അനുതാപം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. റോമ 6:6 പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, പാപം ക്ഷമിക്കുവാൻ ഒരു കുഞ്ഞാട്. സ്നാപകയോഹന്നാൻ യേശുവിനെ പറ്റി പറയുന്നത് അപ്രകാരമാണ്. നാം എല്ലാവരും പാപത്തിൽ മരിച്ചവരാണ് പ്രിയപ്പെട്ടവരെ. ഇനി നാം പാപത്തിന് ജയിച്ചവനിൽ മരിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ മ്ലേച്ഛതകളും ജഡിക അഭിലാഷങ്ങളോടും കൂടിയ പഴയ മനുഷ്യനെ കുരിശിൽ തറച്ചുകൊണ്ട്
പുതിയ മനുഷ്യനായി രൂപം പ്രാപിക്കുകയാണ് വേണ്ടത്. അതാണ് അനുതാപം. നമ്മിലെ പഴയ മനുഷ്യനെ അവനോടുകൂടി ക്രൂശിക്കുന്നതാണ് അനുതാപം. എനിക്ക് വേണ്ടി മരിച്ചവന്റെ മരണം എന്റെ സ്വന്തമാക്കണമെങ്കിൽ ഞാനും അവനോടൊപ്പം ബോധപൂർവം മരിക്കണം. യേശുക്രിസ്തുവിൽ ലോകത്തിന്റെ സകല പാപങ്ങളും മരിച്ചു. ഇനി അവനോടൊപ്പം എന്റെ പാപങ്ങൾ മരിക്കുകയും എനിക്കും ഒരു ഉത്ഥാനം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നവനോട് കൂടെ ക്രൂശിക്കപ്പെടുമ്പോൾ നമുക്ക് ഒരു ഉത്ഥാനമാണ് പ്രത്യാശയായി കൈവരുന്നത്. ഇവിടെ ഒരു ചിത്രം നാം കാണുന്നുണ്ട്. കുരിശിൽ തറയ്ക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ കുരിശിന്റെ മറുഭാഗത്ത് തറയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ നമുക്കിവിടെ കാണാം. I have been crucified with Christ and I no longer live but Christ lives in me. Galatians chapter 2 verse 20. യേശുക്രിസ്തുവിന്റെ മറുവശത്ത് ഞാനും നിങ്ങളും അനുതാപത്തോടെ നമ്മെ തന്നെ ക്രൂശിക്കുമ്പോഴാണ് യേശുക്രിസ്തു നമുക്ക് നേടിത്തന്ന ഈ പാപപരിഹാരം നമുക്ക് നേടിയെടുക്കാനായി സാധിക്കുന്നത്. പൗലോസ്ലീഹ എഴുതിയത് അപ്രകാരമാണ്. 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇനിമേൽ ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനോടുകൂടി നാം എല്ലാവരും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നത് ഒരു വാസ്തവമാണ്. അത് നാം തിരിച്ചറിയുകയും ഏറ്റുപറയുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥ വിശ്വാസ പ്രത്യുത്തരം. അതെ, നമ്മിലെ പഴയ മനുഷ്യനെ അവനോടുകൂടി ക്രൂശിക്കുന്നതാണ് അനുതാപം. നാം ക്രിസ്തുവിനോടുകൂടി മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കും എന്ന് നാം വിശ്വസിക്കുന്നു. നമുക്ക് അവന്റെ മരണത്തിന് സദൃശമായ ഒരു മരണമുണ്ടെങ്കിൽ അവന്റെ ഉത്ഥാനത്തിലും അവകാശമുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, റോമ 6:8. അവന്റെ മരണത്തിന് സദൃശമായ ഒരു മരണമുണ്ടെങ്കിൽ, നമുക്ക് അവന്റെ മരണത്തിന് സദൃശമായ ഒരു മരണമുണ്ടെങ്കിൽ അവന്റെ ഉത്ഥാനത്തിലും നമുക്ക് അവകാശമുണ്ട്. അവനോടുകൂടി മരിച്ചവർക്ക് മാത്രമേ അവന്റെ ഉത്ഥാനത്തിലും പങ്കുണ്ടാവുകയുള്ളൂ. ഇവിടെയാണ് അനുതാപത്തിന്റെ പ്രസക്തി ഏറുന്നത്. അവന്റെ മരണത്തിന് സദൃശമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവന്റെ പുനരുദ്ധാനത്തിന് സദൃശമായ ഒരു പുനരുദ്ധാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും. റോമ 6:5 നാം ഇങ്ങനെ കാണുന്നു: ഇത് വിശ്വസിക്കുന്നവർക്ക് പാപങ്ങളെ കുറിച്ച് ഓർത്ത് അനുദപിക്കാതിരിക്കാൻ കഴിയുമോ? ബിൻ ചേച്ചി പറഞ്ഞങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ യേശുവിൽ വിശ്വസിക്കാൻ നാം ആരംഭിക്കുമ്പോൾ ആദ്യത്തെ പടിയാണ് അനുതാപവും പാപബോധവും. അങ്ങനെ അനുതാപവും പാപബോധവും നിറഞ്ഞ ഒരു ഹൃദയം നമ്മിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ആദ്യ പടി. ഹൃദയത്തിന്റെ ആഴത്തിൽ യേശുവിൽ വിശ്വസിക്കുമ്പോഴാണ് ഈ അവസ്ഥ സംജാതമാകുന്നത്. അനുതാപവും പാപബോധവും തിങ്ങി നിറഞ്ഞ ഹൃദയത്തിൽ നിന്നും പാപങ്ങൾ നാം ഏറ്റുപറയുമ്പോൾ നമുക്ക് ആ രക്ഷ സ്വന്തമാക്കാൻ സാധിക്കും. അത് നമുക്ക് വേണ്ടിയാണ് ഒരുക്കപ്പെട്ടിട്ടുള്ളത്. ഈ സത്യം തിരിച്ചറിയുന്നവരുടെ ഹൃദയം അവരറിയാതെ അനുതാപത്തിലേക്കും അടുപ്പിച്ചടുപ്പിച്ചുള്ള പാപങ്ങളുടെ ഏറ്റുപറച്ചിലുകളിലേക്കും നീളുമെന്നത് സുനിശ്ചിതമാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ച നാം കണ്ടതാണ് യേശു കുരിശിൽ മരിച്ച് നമുക്ക് നേടിത്തന്നത് എന്തെല്ലാമാണെന്ന്. അനുരഞ്ജനം, പാപപരിഹാരം, നീതീകരണം, സ്വാതന്ത്ര്യം. യേശുക്രിസ്തു തന്റെ ദൈവത്വം മാനിക്കാതെ പരിപൂർണ മനുഷ്യനായി ഭൂമിയിൽ ഭൂജാതനായി പീഡകൾ സഹിച്ച് അവിടുന്ന് കുരിശിൽ മരിച്ച് അനുരഞ്ജനം സാധ്യമാക്കി. ഭൂമിയും സ്വർഗവും തമ്മിലുള്ള വിടവില്ലാതാക്കി. മനുഷ്യനും ദൈവവും തമ്മിലുള്ള വിടവില്ലാതാക്കി. യേശുക്രിസ്തുവിലൂടെ ദൈവം സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അനുരഞ്ജനം സാധ്യമാക്കിയെങ്കിൽ നമുക്കും അനുരഞ്ജനപ്പെടാനുള്ള നിരവധി മേഖലകൾ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ദൈവത്തോട്, മനുഷ്യരോട്, മറ്റു സഹജീവികളോട്, കാലാവസ്ഥയോട്, സഭാ സംവിധാനങ്ങളോട്, ഉപദ്രവിക്കുന്നവരോട്. പ്രിയപ്പെട്ടവരെ, എല്ലാ സാഹചര്യങ്ങളോടും നമ്മുടെ ഈ അനുരഞ്ജനപ്പെടുവാൻ നമുക്ക് കഴിയുമ്പോൾ മാറ്റി നിർത്തിയവരോട്, കളിയാക്കിയവരോട്, അവരോടെല്ലാം നാം രമ്യതയിലാകണം. അങ്ങനെ യേശുക്രിസ്തു കുരിശിൽ മരിച്ച് നമ്മുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് കഴിഞ്ഞതിനാൽ നമ്മുടെ പാപകടങ്ങളെ ഒന്നൊഴിയാതെ ഓർക്കാനും അത് ഏറ്റുപറഞ്ഞ് മുക്തി തേടാനും നമുക്ക് ബാധ്യതയുണ്ട്. പാപപരിഹാരം അവൻ നേടിത്തന്നതാണ്. നേരത്തെ കേട്ടല്ലോ, 2000 വർഷങ്ങൾക്ക് മുൻപേ നേടിത്തന്ന. അതുകൊണ്ട് തന്നെ നമ്മുടെ പാപങ്ങൾ ക്രമമായി ഓർക്കുകയും ഒന്നൊന്നായി ഏറ്റുപറയുകയും ചെയ്യുക. എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം ചേച്ചി പറഞ്ഞു. ഏത് പ്രകാരമാണ് കുമ്പസാരിക്കേണ്ടതെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, യേശു കുരിശിൽ മരിക്കുക മാത്രമല്ല ചെയ്തത്, ഉയർത്തെഴുന്നേറ്റു. നീതീകരണം സാധ്യമാക്കുക ആണ് അവൻ ചെയ്തത്. എന്താണ് നീതീകരണം? കുറ്റവിമുക്തമാക്കുക, നമ്മെ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കത്തക്ക വിധം വിമുക്തമാക്കിക്കൊണ്ട് നമുക്ക് മാധ്യസ്ഥം വഹിക്കുവാൻ നമുക്ക് അവിടെ ഒരു മധ്യസ്ഥനുണ്ട്. അതാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ ദൈവം നൽകുന്ന നീതിയാണ് നീതീകരണം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ ദൈവം നൽകുന്ന നീതിയാണ് നീതീകരണം. പരീക്ഷയിൽ ക്രമക്കേട് കാട്ടിയ കുട്ടിയോട്
കുട്ടി ശരിക്കും ശിക്ഷയ്ക്ക് അർഹനാണ്. പക്ഷെ അധ്യാപകൻ പറയുന്നു, ഇവനോട് ഞാൻ ക്ഷമിക്കുന്നു. കുട്ടി അപ്പോൾ നല്ലവനായി മാറിയില്ല, പക്ഷേ നല്ലവനായി അംഗീകരിക്കപ്പെട്ടു. എന്നാൽ പാപിയായ മനുഷ്യനോട് പാപം ചെയ്യാത്ത നിഷ്കളങ്ക രക്തത്താൽ പാപവിമോചനം നമുക്ക് നേടിത്തന്ന യേശു നമുക്ക് നൽകുന്ന നീതീകരണത്തെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. യേശു ക്രിസ്തു ചിന്തിയ നിഷ്കളങ്ക രക്തത്താലാണ് നമുക്ക് ആ രക്ഷ കൈവരുന്നത്. അതുകൊണ്ട് ഇനി കുറ്റബോധത്തിൽ നിന്നും അധമ ചിന്തകളിൽ നിന്നെല്ലാം നാം വിട്ടുനിൽക്കണം. അത്തരം ഒരു ചിന്തകളിൽ ജീവിക്കേണ്ടവരല്ല നാം. സൗജന്യമായ സമ്പൂർണമായ നീതീകരണമാണ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി നേടിത്തന്നത്. കുറ്റബോധത്തിൽ നിന്നും അഥവാ ചിന്തകളിൽ നിന്നും വിടുതൽ വാങ്ങിച്ചുകൊണ്ട് മേലിൽ നിരാശയിലോ പ്രത്യാശയില്ലാത്തവരായോ ജീവിക്കാൻ നമുക്ക് അവകാശമില്ല എന്ന് ഈ അനുരഞ്ജനവും പാപപരിഹാരവും നീതീകരണവും തൽഫലമായി ഉണ്ടാകുന്ന അവനുള്ള സ്വാതന്ത്ര്യവും നമ്മെ പഠിപ്പിക്കുന്നു. യേശുക്രിസ്തു നേടിത്തന്ന നീതീകരണം വഴി യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിലേക്ക് നാം നടന്നെടുക്കുകയാണ്. യഥാർത്ഥമായ സ്വാതന്ത്ര്യം പർദീസ അനുഭവമാണ്. യേശുക്രിസ്തുവിലൂടെ ദൈവം നേടിത്തന്ന സ്വാതന്ത്ര്യം അതിന്റെ പൂർണ്ണതയിൽ ആസ്വദിക്കണമെങ്കിൽ നമ്മെ അനവസരപ്പെടുത്തുന്ന അടിമത്തത്തിന്റെ മേഖലകളെ പൂർണ്ണമായി തിരിച്ചറിയുകയും അതിൽ നിന്ന് മോചനം നേടുകയും വേണം. പാപഭാരത്തിൽ നിന്നും ലോകത്തിന്റെ എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും നാം അകന്നു നിൽക്കേണ്ടതുണ്ട്. ഇനി ഈ ഭൂമിയിൽ കാൽ വെച്ച് നടക്കുന്ന ആർക്കെങ്കിലും പറയാൻ കഴിയുമോ കാലിൽ ചെളി പറ്റിയിട്ടില്ല എന്ന്? അതുപോലെയാണ് നമ്മിൽ പാപമില്ലെന്ന് പറയുന്ന അവസ്ഥ എന്ന് 1 യോഹന്നാൻ 1:8 ഇപ്രകാരം പറയുന്നുണ്ട്. നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അതൊരു ആത്മവഞ്ചനയാകും. അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. പ്രിയപ്പെട്ടവർ, നമുക്ക് ഓർക്കാം നാം എപ്രകാരമാണ് അനുതാപപ്പെടുന്നത്, എത്ര ആത്മാർത്ഥതയോടെയാണ് നമ്മുടെ അനുതാപം നമുക്ക് ഓർക്കാം. എന്നാൽ നാം പാപങ്ങൾ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. 1 യോഹന്നാൻ 1:9. ഒന്ന് എളിമപ്പെട്ട് പാപങ്ങൾ ഏറ്റു പറയാൻ തുനിഞ്ഞാൽ നമ്മുടെ വിശുദ്ധീകരണം പൂർണ്ണമാകും. കാരണം അവൻ വിശ്വസ്തനാണ്, നീതിമാനാണ്, പാപങ്ങൾ ക്ഷമിക്കുന്നവനാണ്, കാരുണ്യവാനാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് നല്ലൊരു ആത്മശോധന നടത്തേണ്ടതല്ലേ? നമ്മുടെ ബന്ധങ്ങൾ ഒന്ന് പരിശോധിക്കാം. നമുക്കറിയാം, നാം പാപം ചെയ്യുമ്പോൾ ദൈവത്തോട്, തന്നോട് തന്നെ, പ്രപഞ്ചത്തോട്, മറ്റുള്ളവരോട് ഒക്കെ അകന്നു പോകുന്നുണ്ട്. അതെല്ലാം തിരിച്ചു കിട്ടി നേരാവണ്ണം ചരിക്കാൻ ഒരു ഏറ്റുപറച്ചിൽ കൂടിയേ തീരൂ. ദൈവത്തിന്റെ സ്നേഹത്തിൽ എനിക്ക് വിശ്വാസമുണ്ടോ എന്ന് വിലയിരുത്താം. ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നവരാണോ നാം? പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവം നൽകിയ ജീവിത സാഹചര്യങ്ങളോട്, ജീവിത അവസ്ഥകളോട് സഹനത്തോട്, സന്തോഷത്തോടെ ആമേൻ പറയാറുണ്ടോ? ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ടോ? എന്റെ ജീവിതത്തിൽ എനിക്ക് എന്നെ തന്നെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? പാളിച്ചകൾ പറ്റിയിട്ടുണ്ടോ? സ്വന്തം പുച്ഛിച്ചിട്ടുണ്ടോ? താഴ്ത്തിക്കെട്ടി സംസാരിച്ചിട്ടുണ്ടോ? അത് സാധ്യമല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കാൻ സാധിക്കും? ഇനി ഈ പ്രപഞ്ചത്തെ നശിപ്പിക്കുന്നവനാണോ ഞാൻ? പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നവനാണോ? സ്നേഹിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? പ്രപഞ്ചത്തെ കാലാവസ്ഥയിലോ ദൈനംദിന വ്യത്യാസങ്ങൾ, മാറ്റങ്ങൾ, മോശം കാലാവസ്ഥ, മഴ, ചൂട്, തണുപ്പ് ഇവയെല്ലാം വരുമ്പോൾ, ഏറിയും കുറഞ്ഞു വരുമ്പോൾ, മഴയില്ലാത്ത വരുമ്പോൾ മഴയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും കൂടുതൽ മഴ വരുമ്പോൾ അതിനെ ശപിക്കുകയും അതുപോലെ തന്നെ വെയിൽ വരുമ്പോഴും ഇതുപോലെയെല്ലാമുള്ള സ്വഭാവങ്ങൾ നമുക്കുണ്ടോ? ഇനി മറ്റുള്ളവരോടുള്ള ബന്ധം നമ്മുടേത് എങ്ങനെയാണ്? കുടുംബത്തിൽ മാതാപിതാക്കളോടുള്ള ബന്ധം, ജീവിത പങ്കാളിയോടുള്ള ബന്ധം, ജീവിത പങ്കാളിയുടെ മുൻപിലൊക്കെ ഒന്ന് വിട്ടുകൊടുക്കാൻ, ഒന്ന് തോറ്റു കൊടുക്കാൻ ഒരു തവണയെങ്കിലും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ടോ? ചെയ്യാറുണ്ടോ? നമുക്ക് വിലയിരുത്താം. എന്റെ വാക്കുമൂലം മറ്റുള്ളവർ മുറിവേൽപ്പിക്കപ്പെടുന്നുണ്ടോ? എന്നെ കുറ്റം വിധിക്കുന്നുണ്ടോ? ഞാൻ മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നവനാണോ? ഈ ബന്ധങ്ങളുടെ മേഖലയെല്ലാം നമുക്ക് ഒന്ന് വിലയിരുത്താം. ആത്മശോധന ചെയ്ത് ഒരു നല്ല കുമ്പസാരത്തിന് നമ്മൾ ഒരുങ്ങണം. ഒരിക്കലും നാം വെറുപ്പും വിദ്വേഷവും അസൂയവും പേറി നടക്കുന്നവരാകരുത്. ഒരു തരി വെറുപ്പ് നമ്മിലുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ദൈവസ്നേഹം അനുഭവിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനുമുള്ളവരിലേക്ക് ഒരു ധീരമായ കാൽവെപ്പ് നമുക്ക് ഇന്ന് തന്നെ തീവ്രമായി ആഗ്രഹിച്ച് പൂർത്തിയാക്കണം. ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിച്ച് നല്ല കുമ്പസാരം നടത്തണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആത്മശോധനയ്ക്കായി ചില മറ്റു മേഖലകൾ കൂടി ഉണ്ട് എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ. ദൈവകൽപ്പനകൾ, അതിന്റെ വെളിച്ചത്തിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിലയിരുത്താം. ദൈവം തന്റെ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ നമ്മൾ വഴിതെറ്റി പോകാതിരിക്കാൻ എപ്പോഴും നാം ദൈവത്തോടൊപ്പം സഞ്ചരിക്കാനാണ് ദൈവം ദൈവകൽപ്പനകൾ നൽകിയിരിക്കുന്നതെന്ന് നമുക്കറിയാം. വഴിതെറ്റാതെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനാണിത്. എന്നാൽ 1-ാം പ്രമാണത്തിനെതിരായി നാം പ്രവർത്തിച്ചിട്ടുണ്ടോ? ഒന്നാം പ്രമാണം ലംഘിച്ചാൽ എല്ലാ പ്രമാണവും ലംഘിച്ചത് തുല്യമാണെന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നയിക്കുന്ന തിരുസഭയാകുന്ന കൂട്ടായ്മയിലാണ് നാം.
എന്നാൽ തിരുസഭയുടെ കൽപ്പനകളോട് നാം ലാഘവ ബുദ്ധിയോടെയാണോ പെരുമാറുന്നത്? തിരുസഭയെ അനുസരിക്കാനും സഭയെ സ്നേഹിക്കാനും അതിനെ പടുത്തുയർത്തുവാനും സഭയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനോ എനിക്ക് സാധിക്കുന്നുണ്ടോ? അത്തരം ചില ലക്ഷ്യങ്ങൾ എന്റെ മനസ്സിലുണ്ടോ? അതെയോ ഞാൻ വിമർശിക്കുന്നവനാണോ? വലിയ മാരക പാപങ്ങളിലേക്ക് നമ്മെ വലിച്ചു കൊണ്ടുപോകുന്ന മൂലപാപങ്ങളുടെ സ്ഥിതി എന്താണ്? അഹങ്കാരം, അസൂയ, കോപം, മടി, ജഡികാസക്തി, ഭക്ഷണത്തോടുള്ള കൊതി, ഇത്തരം മൂലപാപങ്ങളുടെ എല്ലാം വേരുകൾ എല്ലാ മനുഷ്യരിലും രൂഢമൂലമാണ്. രക്ഷകനായ യേശുക്രിസ്തുവിൽ ആശ്രയിച്ച് അതിനെതിരായി പൊരുതുമ്പോൾ യേശുവിന്റെ തിരുരക്തം എല്ലാം ക്രമപ്പെടുത്തിക്കൊള്ളും. വേരോടുകൂടി അതെല്ലാം പിഴുതെറിയാൻ തക്ക ശക്തനാണ്, സ്നേഹവാനാണ് നമ്മുടെ ദൈവം. നമ്മുടെ ജീവിതാവസ്ഥയെ നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിർവഹിക്കുന്നത് എങ്ങനെയാണ്? മകൻ, മകൾ, ഭർത്താവ്, ഭാര്യ, മരുമക്കൾ, പേരക്കുട്ടികൾ, മുതിർന്നവർ എല്ലാവരോടുമുള്ള എന്റെ ഉത്തരവാദിത്വ നിർവഹണം എങ്ങനെയാണ്? പ്രായമായ മാതാപിതാക്കളെ സ്നേഹിക്കുന്നുണ്ടോ? കരുതുന്നുണ്ടോ? പരിപാലിക്കുന്നുണ്ടോ? വലിയ സ്നേഹത്തോടെ ശുശ്രൂഷിക്കാൻ പറ്റുന്നുണ്ടോ? ഇതെല്ലാം നമുക്കൊന്ന് വിലയിരുത്താം. ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നുവെന്ന് യാക്കോബ് ശ്ലീഹ 4:17 പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, സമയമെടുത്ത് ഒരു പേപ്പറിൽ വ്യക്തമായി എഴുതി തയ്യാറാക്കി കുമ്പസാരിക്കണം. നമ്മുടെ കടങ്ങൾക്കും പാപങ്ങൾക്കും പരിഹാരത്തിന് വേണ്ടതെല്ലാം ഈശോ വീട്ടിൽ കഴിഞ്ഞതാണ്. തന്റെ സ്വർഗമാകുന്ന ബാങ്കിൽ ആ സർവ്വസമ്പന്നൻ വേണ്ടുവോളം നിക്ഷേപിച്ചിട്ടുണ്ട്. അത് പോയി നാം സ്വീകരിച്ചാൽ മതിയാകും. ആ സ്വർഗമാകുന്ന ബാങ്കിന്റെ ഔട്ട്ലെറ്റ് ആണ് ഓരോ കുമ്പസാരക്കൂടും. കടങ്ങളും പാപങ്ങളും എല്ലാം ഏറ്റു പറഞ്ഞാൽ മാത്രം മതി. അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കുമ്പസാരിച്ച് അമൂല്യമായ ആ രക്ഷ സ്വന്തമാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അനുദപിച്ച് പാപങ്ങൾ ഏറ്റു പറയുക, നല്ല കുമ്പസാരം നടത്തുക, എല്ലാ കടങ്ങളും എഴുതിത്തള്ളുക, എല്ലാറ്റിനോടും നിരുപാധികം ക്ഷമിക്കുക എന്നുള്ളതാണ് നാം ഇത്രയും നേരം പറഞ്ഞു വെച്ചത്. പ്രിയപ്പെട്ടവരെ, നിരുപാധികം ക്ഷമിക്കുക എന്നാൽ എന്താ? ഒരിക്കലും ഓർക്കുക പോലും ഇല്ലാത്ത വിധത്തിൽ മനസ്സിൽ നിന്ന് സർവ്വഭാരങ്ങളും പാപബന്ധനങ്ങളും വെറുപ്പും വിദ്വേഷവും ഒക്കെ പൂർണ്ണമായും മാഞ്ഞു പോകുന്ന അവസ്ഥയാണ് നിരുപാധികം ക്ഷമിക്കുക എന്നാൽ. അത്തരമൊരു ഏറ്റുപറച്ചിൽ എന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അത്തരം ഒരു ഏറ്റുപറച്ചിൽ നടത്തിയ എന്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അത് മിസിയോയുമായി ബന്ധപ്പെട്ടതാണ്. മിസിയോയുടെ ബാച്ച് 7-ലാണ് ഞാൻ പങ്കെടുത്തത്. ഞാനും എന്റെ കുടുംബവും പങ്കെടുത്തു. ആ ബാച്ച് 7-ന്റെ ഇടയിൽ ആലിസാന്റെയും ജോമിച്ച ചേട്ടനൊക്കെ മിസിയോയുടെ ഫിസിക്കൽ കോഴ്സിനെ പറ്റി അനൗൺസ് ചെയ്യുകയുണ്ടായി. ഞങ്ങൾ കുടുംബത്തോടെ അതിൽ പങ്കെടുത്തു. നല്ല ശുശ്രൂഷകരെ പരിശീലിപ്പിക്കുന്ന ധാരാളം പേർ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നത് കണ്ടു. മനോഹരമായ ക്ലാസുകൾ, സ്നേഹനിർഭരമായ ഇടപെടലുകൾ, വിശുദ്ധ കുർബാന, ആരാധന, കൗൺസിലിംഗ്, ഔട്ട്റീച്ച്, കുമ്പസാരത്തിന് വേണ്ടി തന്നെ ഒരു ദിവസം. ആ സമയത്ത് ഒരു പ്രസന്റേഷൻ പേപ്പർ, അകം ബ്ലാങ്ക് ആണ്, പുറത്ത് നല്ല ഡിസൈൻ ഒക്കെ ഉണ്ട്. ഡിസൈൻ ചേച്ചി ഞങ്ങൾക്കൊക്കെ കൊണ്ടു തന്നു. ഒരു നീളം കുപ്പായം പോലെ, ഒരു ചുരിദാറിന്റെ ടോപ്പ് പോലെ കഴുത്തും കൈയൊക്കെ മുറിച്ച ഒരു സാധനം ഞങ്ങൾക്ക് തന്നു. ഉള്ളിൽ ആ പേപ്പറിന്റെ, പ്രസന്റേഷൻ പേപ്പർ ഡ്രസ്സിന്റെ കുപ്പായത്തിന്റെ ഉൾഭാഗത്ത് നമ്മുടെ കുറ്റങ്ങളൊക്കെ, നാം ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും എഴുതാനും, എന്നാൽ അതിന്റെ പുറത്ത് നല്ല വർണ്ണ നിറത്തിലുള്ള കളറിലുള്ള ഭാഗത്തൊക്കെ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എഴുതാനും ആവശ്യപ്പെട്ടു. ഞങ്ങളെല്ലാവരും എടുത്തു തുടങ്ങി. നേരത്തെ ആൻമി പറഞ്ഞ പോലെ 3-4 പാപങ്ങളൊക്കെ എന്നും എഴുതുകയും പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന എനിക്കും അത്രയൊക്കെയാണ് എഴുതാനുണ്ടായിരുന്നത്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ആ ദിവസം നടന്ന പല ക്ലാസ്സുകളിലൂടെയും ഈ വിശ്വാസ പ്രത്യുത്തരം എന്ന ക്ലാസ്സുകളിലൂടെയൊക്കെ കടന്നുപോയി കഴിഞ്ഞപ്പോൾ എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ആരാധനയുടെ സമയത്ത് ജോമിച്ച ചേട്ടൻ കരുണ തോന്നണമേ എന്നിൽ അലിവ് തോന്നണമേ എന്നുള്ള പാട്ടൊക്കെ ഹൃദയം തുറന്ന് ചങ്കുപൊട്ടി ഹൃദയഭേദകമായി ഞങ്ങൾക്ക് വേണ്ടി ആലപിച്ച സമയത്ത് എന്റെ ഹൃദയത്തിൽ നിന്നും വല്ലാത്തൊരു, നേരത്തെ ഡോക്ടർ ആൻമി സൂചിപ്പിച്ചതുപോലെ, വല്ലാത്തൊരു സ്വാതന്ത്ര്യത്തിലേക്ക്, ദൈവസ്നേഹത്തിലേക്ക് കടന്നു പോകുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. ഞാനപ്പോ റോമ 4:25 ഓർത്തത്. നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും അത് നീതിയായി പരിഗണിക്കപ്പെടുമെന്നുള്ള ആ വചനങ്ങളൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഇത്ര നാളും വേണ്ടത്ര അനുതാപമില്ലാതെ, വിശ്വാസ പ്രത്യുത്തരമില്ലാതെ, ഉയർപ്പിക്കപ്പെട്ടവന്റെ നീതീകരണം എന്ന വലിയൊരു സൗഭാഗ്യം അനുഭവിക്കാതെയൊക്കെ കുമ്പസാരിച്ച ദിവസങ്ങൾ ഓർത്തു. അപ്പോഴാണ് ഒരു ചെറിയൊരു ദർശനം പോലെ എനിക്ക് ലഭിക്കുന്നത്. കുരിശിന്റെ ചുവട്ടിൽ ഒരു വലിയ ഭാണ്ഡക്കെട്ടുമായി ഭ്രാന്തമായ ചേഷ്ടകൾ കാട്ടിക്കൊണ്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടി. അവൾ കുരിശിന്റെ ചുവട്ടിൽ ആ ഭാണ്ഡക്കെട്ട് തുറന്നു വെക്കുന്നുണ്ട്. തുറന്ന ഭാണ്ഡക്കെട്ടിൽ നിന്ന് ഓരോ
കെട്ടുകൾ എടുത്ത് പുറത്തു വെക്കുന്നുണ്ട്, ഓരോരോ കാര്യങ്ങളായിട്ട് എടുത്ത് പുറത്തു വെക്കുന്നുണ്ട്. സമയം അവിടുന്ന് ഇരിക്കുന്നുണ്ട്, വീണ്ടും ആ ഭാണ്ഡക്കെട്ടിലേക്ക് തന്നെ എല്ലാം എടുത്ത് പെറുക്കി വെച്ച് ഭദ്രമായി കെട്ടി ചുമലിലെടുത്തുകൊണ്ട് പോകുന്നത്. സത്യം പറഞ്ഞാല് ഈ ഒരു അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അന്ന് കുമ്പസാരിപ്പിച്ച അച്ഛൻ എന്നോട് പറഞ്ഞു, നേരത്തെ ബീന ചേച്ചി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരിക്കൽ പറഞ്ഞു പോയ പാപങ്ങളൊന്നും ഇനി ഒരിക്കലും പറയേണ്ടതില്ല. അത്രമേൽ വിശ്വാസരാഹിത്യം ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് അന്നാദ്യമായി ഏറ്റവും ഭംഗിയായി കുമ്പസാരിക്കാൻ സാധിക്കുകയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്വാതന്ത്ര്യം, അനുരഞ്ജനം സാധ്യമാക്കിയതിന്റെ പേരിൽ, പാപപരിഹാരം നേടിയതിന്റെ പേരിൽ, പാപങ്ങൾ ഓരോന്നായി ഓർത്ത് പറഞ്ഞതിന്റെ പേരിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനും നീതീകരണം ലഭിക്കുവാനും എനിക്ക് സാധിച്ചു. അത്ര നല്ലൊരു കുമ്പസാരം ഞാൻ ഇതുവരെയും നടത്തിയിട്ടില്ല. ആ സ്വാതന്ത്ര്യവും സന്തോഷം അനുഭവിച്ചിട്ടില്ല. പ്രിയപ്പെട്ട മിസ്സിയോ കുടുംബാംഗങ്ങൾക്കെല്ലാം ഞാൻ നന്ദി പറയുകയാണ്. ആകയാൽ വിശ്വസിച്ച് രക്ഷയിലേക്കാണ് നമ്മുടെ കുതിപ്പ്. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കുമെന്ന് റോമ 10:9 പറയുന്നുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തെ രക്ഷകനെ, യേശുവിനെ മിശിഹായി കർത്താവുമായി സ്വീകരിച്ച് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാൻ ഇനി ഒട്ടും അമാന്തം അരുത്. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട് വിശ്വസിച്ച് രക്ഷയിലേക്ക് കടക്കണം. ഹൃദയത്തിന്റെ ആഴങ്ങളിൽ അപ്പോൾ നാം വിശ്വസിക്കുകയാണ്, യേശു തന്റെ ഘോരമായ പീഡനങ്ങൾ സഹിച്ചത് എനിക്ക് വേണ്ടിയാണ്, കുരിശിൽ മരിച്ചത്, ഉത്ഥിതനായത് എനിക്ക് വേണ്ടിയാണ്, എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഈ വിശ്വാസ പ്രത്യുത്തരം ഹൃദയത്തിൽ ഏറ്റെടുത്തു കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, വലിയ അനുതാപത്തിലേക്കും പാപബോധത്തിലേക്കും നാം നയിക്കപ്പെടും. അത് രക്ഷയ്ക്കും ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്കും നമ്മെ വളർത്തും. വിശ്വസിച്ച് മക്കളാകാനുള്ള കഴിവ് നമുക്ക് അവിടുന്ന് നൽകും. ഇങ്ങനെയാണ് യോഹന്നാൻ 1:12 പറയുക, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാവാൻ അവൻ കഴിവ് നൽകി. അപ്പോൾ ഈ വിശ്വാസ പ്രത്യുത്തരമാണ് നമ്മെ ദൈവമക്കൾ എന്ന സ്വാതന്ത്ര്യത്തിലേക്ക് വളർത്തുന്നത്. അങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ ഇടപെടലുകളൊക്കെ നമുക്കറിയാം, പണം വെച്ചിട്ടാണ് അല്ലെ? മനുഷ്യർ പരസ്പരം ഇടപെടലുകളൊക്കെ നടത്തുന്നത് പണം ഉപയോഗിച്ചിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ദൈവവും മനുഷ്യനും തമ്മിലുള്ള വിശ്വാസ പ്രത്യുത്തരം എന്ന പ്രക്രിയയിൽ എല്ലാ ഇടപാടുകളും നടത്തേണ്ടത് വിശ്വാസ പ്രത്യുത്തരം എന്ന വലിയ ബോധ്യം ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നമുക്ക് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അവൻ കഴിവ് നൽകി എന്ന യോഹന്നാൻ 1:12 തിരുവാക്യത്തിന്റെ ആന്തരികാർത്ഥം നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമുക്ക് പ്രതിഫലമായി ലഭിക്കുന്നത് വിശ്വസിച്ച് നിത്യജീവനിലേക്ക് കടക്കുവാനുള്ള വലിയ സൗഭാഗ്യമാണ്. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതന് നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാൻ 3:16 ദൈവത്തിന്റെ മക്കളോട് അവനുള്ളത് അനന്തമായ സ്നേഹമാണ്. തന്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ലോകത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനാണ്. മനുഷ്യ മക്കളോടുള്ള അതിയായ സ്നേഹമാണ് ഇതിന് അവനെ പ്രേരിപ്പിക്കുന്നത്. ദൈവത്തിന് അന്ധമായ സ്നേഹം എന്ന് പറഞ്ഞാൽ നാം നിത്യജീവൻ പ്രാപിക്കുന്നത് വരെ നമ്മെ കാത്തിരിക്കുന്ന ഒരു സ്വർഗീയ ക്ഷണത്തിന് വേണ്ടിയുള്ള പ്രതീക്ഷയാണ്. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ ആ പിതാവ് ആഗ്രഹിക്കുന്നുണ്ട്. തന്റെ ഏകജാതനെ അതിനുവേണ്ടി ഈ ഭൂമിയിലേക്ക് അയച്ചു. അവൻ ആ പാടുപീടകൾ മുഴുവൻ അത്രയും സഹിച്ചതും നമ്മെ രക്ഷിച്ച് ഉയർത്തെഴുന്നേറ്റ് നീതീകരണത്തിലേക്ക്, കുറ്റവിമുക്തിയിലേക്ക് നമ്മെ നയിച്ചതും അതിനു വേണ്ടിയാണ്. അവനിൽ വിശ്വസിച്ച് നമ്മുടെ പാപങ്ങളെ അപ്പോൾ ഓർത്ത് അനുതപിച്ച് ഏറ്റുപറയാനും അവന്റെ നാമത്തിൽ പാപവിമോചനം നേടുവാനും നമുക്ക് പരിശ്രമിക്കണം. ഇനിയും വൈകിട്ടില്ല എന്നുള്ള കാര്യം നാം പ്രത്യേകം ഓർക്കണം. പ്രിയപ്പെട്ടവരെ, കിണറ്റിൽ വീണുപോയ ഒരു വ്യക്തിക്ക് കയറും ഏണിയോ കുട്ടയോ ഒക്കെ ഇട്ടുകൊടുക്കാം. പക്ഷെ രക്ഷപ്പെടണമെങ്കിൽ അത് അവൻ ഉപയോഗിക്കണം. രക്ഷയ്ക്ക് ദൈവ മനുഷ്യ പങ്കാളിത്തം വളരെ അത്യാവശ്യമാണ്. എത്ര ലക്ഷം രൂപ ബാങ്കിൽ കിടന്നാലും ചെക്ക് എഴുതി ആവശ്യത്തിന് പണം ഒപ്പിട്ട് എടുത്ത് അടുത്ത നടപടിയായി ബാങ്കിൽ പോവുകയും എടുക്കുകയും ഒക്കെ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്കത് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി വിഭവസമൃദ്ധമായ ഒരു സദ്യ ഒരുക്കി ഇടയ്ക്ക് ഹോസ്റ്റലിൽ നിന്ന് വന്ന മകൾക്ക് വേണ്ടി അമ്മ ഒരുക്കുകയാണ്. കറിയുടെ നിറവും വിഭവങ്ങളുടെ വ്യത്യസ്തതയും ഭംഗിയും മണവും എല്ലാം കേട്ട് അമ്മയെ അഭിനന്ദിച്ച് മകൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഇതുപോലെ ആണ് ദൈവ മനുഷ്യ പങ്കാളിത്തത്തിലൂടെ രക്ഷ കൈവരിക്കുവാൻ നാം ശ്രമിക്കണം എന്ന് പറയുകയായിരുന്നു. അനുതാപവും പാപബോധവും തീവ്രമായ അനുരഞ്ജനത്തിലേക്ക് നമ്മെ നയിക്കുവാനും അങ്ങനെ രക്ഷ പ്രാപിക്കുവാനും നിത്യജീവനിലേക്ക് നാം നടന്നെടുക്കുവാനും പ്രിയപ്പെട്ടവരെ നാം ഏറ്റെടുക്കേണ്ട വിശ്വാസ പ്രത്യുത്തരമാണ്
ഇത്രയും നേരം നാം കേട്ടുകൊണ്ടിരുന്നത്. ദൈവവുമായുള്ള ബന്ധം, പരസ്പരമുള്ള ബന്ധം, ഇതൊക്കെ അനുതാപം വഴി നാം അതിന്റെ മൂല്യങ്ങൾ കൂട്ടിക്കൂട്ടിയെടുക്കണം. ഇവിടെ നോക്കുക, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 6:47 വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഈ വിശ്വാസ പ്രത്യുത്തരം അവസാനം നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലമാണ്. നേരത്തെ സൂചിപ്പിച്ചു, നിത്യജീവൻ എന്നത് നമുക്ക് ലഭിക്കേണ്ട അവസാന പ്രതിഫലമാണ്. വിശ്വാസത്തിൽ അടിയുറച്ച് സ്നേഹത്തിൽ വേരുപാകുവാനാണ് നമ്മുടെ വിളി. ബിഗിൻ വിത്ത് ദ എൻഡ് എന്നൊക്കെ ആൻസാൻഡി പറയാറുണ്ട്. ബിഗിൻ വിത്ത് ദ എൻഡ്. നിത്യജീവനാണ് നമ്മുടെ പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ വിശ്വാസ പ്രതിഫലമായി നമുക്ക് ലഭിക്കുന്നത്, നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കുമെന്ന നല്ല കള്ളന് ലഭിച്ച മറുപടിയാണ്. തമ്പുരാന്റെ ഹൃദയം കട്ടെടുത്ത നല്ല കള്ളന്റെ വിശ്വാസം പ്രത്യുത്തരം നാം പരിശോധിക്കുമ്പോൾ, കുരിശിൽ താൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് നിന്റെ രാജ്യത്തിലെത്തുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് യാചിച്ച കള്ളനോട് ഇന്ന് നീ എന്റെ കൂടെ പർദീസായിലായിരിക്കുമെന്ന് പറയാനും മാത്രം വിശ്വസ്തനാണ്, സ്നേഹവാനാണ്, നീതിമാനാണ് നമ്മുടെ യേശു. കുരിശിലെ വേദനകളെല്ലാം സഹിച്ച് നല്ല കള്ളൻ കാൽവരിയിലെ കുരിശിൽ കിടന്ന് അത് തന്റെ രക്ഷകനാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് അവന് ഇത് ആവശ്യപ്പെടുവാൻ തോന്നുന്നത്. അപ്പോൾ ഈശോ പറയുന്നു, നീ എന്നോടുകൂടെ പർദീസായിലായിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഈ പർദീസ അനുഭവം സ്വന്തമാക്കാനാണ് നാം ഇത്രയും നേരം പറഞ്ഞു വന്ന നല്ല കുമ്പസാരം നടത്തി രക്ഷാനുഭവം സ്വന്തമാക്കണമെന്ന്, അതിനുവേണ്ടി നാം നന്നായി പരിശ്രമിക്കണമെന്നൊക്കെ നാം പറഞ്ഞു വന്നത്. നമ്മുടെ വിശ്വാസ പ്രത്യുത്തരം അതിന് നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണം. ഏറ്റവും അടുത്ത നിമിഷം തന്നെ അവനിൽ വിശ്വസിച്ച് നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുദപിച്ച് ഏറ്റുപറയാനും അവന്റെ നാമത്തിൽ പാപവിമോചനം നേടുവാനും നമുക്ക് പരിശ്രമിക്കാം. അതിന് നമ്മെ ഓരോരുത്തരും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. താങ്ക് യു കാർമലി ചേച്ചി. എന്താണ് വിശ്വാസമെന്നും എന്താണ് വിശ്വസിക്കേണ്ടതെന്നും ഈശോ നമുക്കായി നേടിത്തന്ന നീതീകരണം, സ്വാതന്ത്ര്യം, അനുരഞ്ജനം, പാപമോചനം എന്നിവയ്ക്ക് വേണ്ടി നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നും വളരെ വിശദമായി ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ഡോക്ടർ കാർമലിൻ ജോണിന് ഒത്തിരി നന്ദി. ഇനി നമുക്ക് പേട്രൺസ് മെസ്സേജ് ആണ്. അതിനുവേണ്ടി ഷിക്കാഗോ രൂപതയുടെ അധ്യക്ഷനും മിസ്സിയോടെ രക്ഷാധികാരിയുമായ മാർ ജോയ് ആലപ്പാട് പിതാവിനെ ഏറ്റവും സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ജോയ് പിതാവ് ഇല്ല കേട്ടോ. ജോയ് പിതാവ് കാലിഫോർണിയയിൽ എവിടെയോ എന്തോ ശുശ്രൂഷയിലാണെന്ന് പറഞ്ഞു. ഓക്കെ, ജോയ് പിതാവ് നമ്മളോട് ജോയിൻ ചെയ്യാൻ ഇന്ന് സാധിക്കുന്നില്ല. എങ്കിലും പിതാവിന്റെ ആശീർവാദവും പ്രാർത്ഥനകളൊക്കെ നമ്മളോട് ഉണ്ടായിരിക്കും. ഇനി നമ്മൾക്ക് അനൗൺസ്മെന്റ്സ് ആണ്. നമുക്ക് കുറച്ച് അനൗൺസ്മെന്റ്സ് ഉണ്ട്. സബ് ഗ്രൂപ്പ് മീറ്റിംഗിൽ എല്ലാവരും പങ്കെടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന വേർഡ് ഓഫ് ദ ഡേ നിങ്ങളെ എങ്ങനെ സ്പർശിച്ചുവെന്നും ഒരു വോയിസ് മെസ്സേജ് ആയിട്ട് സബ് ഗ്രൂപ്പിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യണം. ഓൺലൈനിൽ നടത്തപ്പെടുന്ന പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസ്സുകൾ മാത്രമുള്ളതാണ്. ഏകദേശം 34 ക്ലാസ്സുകളുള്ള ഫുൾ കോഴ്സ് എല്ലാ ദിവസവും കറുകുറ്റി മിസിയോ ഭവനിൽ വെച്ച് താമസിച്ചുള്ള കോഴ്സായി നടത്തപ്പെടുന്നുണ്ട്. അടുത്ത കോഴ്സ് ഫെബ്രുവരി 16 മുതൽ 21 വരെയാണ് സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ ദയവായി 974-691-7273 എന്ന നമ്പറിലോ 701-257-4557 എന്നീ നമ്പറുകളിലോ ബന്ധപ്പെടണമെന്ന് അപേക്ഷിക്കുന്നു. മിസിയോ ഭവനിൽ വന്ന് 1-2 ദിവസം വന്ന് താമസിച്ച് നിത്യാരാധനയിൽ ഇരുന്ന് ഭാരത മിഷന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ളവർ ദയവായി അറിയിക്കുക. കുടുംബമായോ അല്ലാതെയോ വരാവുന്നതാണ്. നിങ്ങളുടെ ഇടവകകളിൽ കുടുംബ യൂണിറ്റ് നേതൃത്വങ്ങൾക്കും മതാധ്യാപകർക്കും ഒക്കെയായി മിസിയോ കോഴ്സ് ഫുൾ കോഴ്സ് വികാരിയച്ചന്മാരുടെ പെർമിഷനോടുകൂടി സംഘടിപ്പിച്ചാൽ മിസിയോ ടീം അവിടെ എത്തി കോഴ്സ് നടത്തിത്തരുന്നതാണെന്ന് അറിയിക്കുന്നു. മിസിയോ വൈബ്സ് നമ്മുടെ കുടുംബത്തിൽ നിന്നും എല്ലാ മാസവും മലയാളത്തിലും ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഒരു ഓൺലൈൻ ന്യൂസ് ലെറ്റർ ആണ്. അത് PDF ഫയലായിട്ടും യൂട്യൂബിൽ ഓഡിയോ ആയിട്ടും നിങ്ങൾക്ക് അത് ലഭ്യമാണ്. നമ്മൾ ഒരു മിഷനാണെന്ന ബോധ്യം നൽകുവാൻ ഉതകുന്ന അതിൽ വരുന്ന ലേഖനങ്ങളൊക്കെ എല്ലാവരും വായിക്കുവാൻ പരിശ്രമിക്കണേ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെ നടത്തപ്പെടുന്ന മിസിയോ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ അതാത് ഗ്രൂപ്പ് മെമ്പേഴ്സിനെ വിവരം അറിയിക്കുക. അനോണിമസ് ആയിട്ടുള്ള ഒരു മെസ്സേജുകൾക്കും ആരും റെസ്പോണ്ട് ചെയ്യരുത്. മിസിയോ കുടുംബത്തിൽ നിന്നും പണസംബന്ധമായ ഒരു കാര്യത്തിനായും നിങ്ങളെ ആരും വിളിക്കില്ല.
അത്തരം കോളുകളോ മെസ്സേജുകളോ ലഭിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ടവരെ ഉടനെ വിവരം അറിയിക്കുകയും നമ്പർ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് അറിയിക്കുന്നു. ഇനി വൈൻഡ് അപ്പ് സെഷന് വേണ്ടിയിട്ട് നമ്മൾക്കായി മെസ്സേജ് നൽകുവാൻ മിസ്സിയോയുടെ സാരഥിയായ ആലിസ് കുട്ടി ചേച്ചിയെ ക്ഷണിക്കുന്നു. താങ്ക് യു സ്മിത, താങ്ക് യു വെരി മച്ച്. നമ്മള് ഇവരുടെയൊക്കെ പ്രൊക്ലമേഷനും പ്രസന്റേഷനും ഒക്കെ കേട്ട് എല്ലാം മനസ്സിലായി അല്ലേ? പറഞ്ഞില്ലേ, വിശ്വാസം ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ സൗജന്യ ദാനമാണ്. വിശ്വാസം എന്ന് പറയുന്നത് നമ്മളാരും കഷ്ടപ്പെട്ടുണ്ടാക്കേണ്ട കാര്യമൊന്നും അല്ല. നമുക്കറിയാമല്ലോ, ഈശോയുടെ കൂടെ ആ കുരിശിൽ തൂങ്ങിക്കിടന്ന കള്ളൻ എന്നെ പാടാ അയാൾ ചെയ്തത് അല്ലേ? നീ എന്നെ കൂടെ ഒന്ന് ഓർക്കണേ എന്നൊന്ന് പറഞ്ഞതേ ഉള്ളൂ, ഇന്ന് നീ എന്റെ കൂടെ പറുദീസയിലായിരിക്കുമെന്ന്. വിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയാണേല് എല്ലാരും കൂടെ കല്ലെറിഞ്ഞ് കൊല്ലാൻ ഓടിക്കൊണ്ടുവന്ന കർത്താവ് പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊക്കോളാൻ പറഞ്ഞു. അത്ര സിമ്പിൾ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി സമയത്ത് കാര്യങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നത് നല്ലതാണ്. നമുക്കറിയാമല്ലോ, പാപം വർദ്ധിച്ചെടുത്ത കൃപ അതിലേറെ സമൃദ്ധിയായതാ പറഞ്ഞില്ലേ. ശരിക്കും പാപമില്ലാത്ത ഈശോ മിശിഹാ കുരിശിൽ മരിച്ച്, ഞാൻ ഇന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ ആ ഭാഗമൊക്കെ വായിച്ചപ്പോൾ ഞാൻ ഓർക്കാൻ, പീലാത്തോസ് പറയുന്നുണ്ട് ഇതാ മനുഷ്യന്. ശരിക്കും ഈശോ ഇങ്ങോട്ട് വന്നിട്ട് മനുഷ്യരെ മുഴുവനും അവനിൽ അങ്ങ് ഏറ്റെടുത്തില്ലേ. ഇതാ മനുഷ്യൻ, മനുഷ്യൻ ചെയ്ത എല്ലാ തെറ്റിനുമുള്ള പാപത്തിന്റെ വേദന മരണം. ഈശോ അങ്ങോട്ട് മരിച്ചപ്പോൾ എല്ലാ മനുഷ്യരുടെയും കടങ്ങൾ മുഴുവൻ അങ്ങ് വീടി. ഇതൊന്നും നമ്മൾ അറിഞ്ഞ് ഈശോയെ രക്ഷകനും കർത്താവായിട്ട് സ്വീകരിച്ച് കഴിയുമ്പോഴാ പറഞ്ഞില്ലേ, അവനെ സ്വീകരിച്ചവർക്ക്, അവൻ വിശ്വസിച്ചവർക്ക് ദൈവമക്കളാകാനുള്ള കഴിവ് കൊടുത്തതൊക്കെ പല പ്രാവശ്യം ആവർത്തിച്ച് നമ്മൾ കേട്ടതാണ്. ഇത് വളരെ ലളിതമാണ്, വളരെ ഈസിയാണ്, ഒത്തിരി കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒന്നുമല്ല. നമ്മൾ സത്യം പറഞ്ഞില്ലേ ഒരിക്കല്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഞാൻ ആ സത്യം വഴിയും സത്യം ചെയ്യണം, ഇതൊക്കെ ഈശോ പറഞ്ഞ കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് ഈശോ സഭയാകുന്ന ബാങ്കിലാണ് ഈ കൃപ മുഴുവൻ നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പസ്തലന്മാരോട് പറഞ്ഞില്ലേ, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുമോ അതെല്ലാം ക്ഷമിക്കപ്പെട്ടിരിക്കുമെന്ന് പറഞ്ഞു. അപ്പസ്തലന്മാരിലൂടെ സഭയിലെ പൗരോഹിത്യത്തിലൂടെ കർത്താവ് വന്നിരിക്കുക. ഇത് ഒരു പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. അതായത് ദൈവം നമുക്ക് വേണ്ടി നിക്ഷേപിച്ചിരിക്കുന്ന ഈ വലിയ ഒരു പറഞ്ഞില്ലേ, റെക്കൺസിലിയേഷനും പാപ പരിഹാരവും നീതീകരണവും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം എല്ലാം തന്നു കഴിഞ്ഞെന്നാ പറഞ്ഞത്. ഇത് പക്ഷെ നമ്മൾ നമ്മുടെ സ്വന്തമാക്കണം, നമ്മുടെ ഭാഗത്തുനിന്നുള്ള പങ്കാളിത്തം ഒക്കെ അവർ പറഞ്ഞ് എനിക്ക് നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലായി. ഇതൊക്കെ നമ്മുടേതാകണമെങ്കിൽ നമ്മളിതൊന്ന് അറിയുകയും അറിയിട്ട് ചെന്നെടുക്കുകയും ചെയ്യണം. ചെക്ക എഴുതുന്നവരാണെന്നൊക്കെ പറഞ്ഞില്ലേ, നമുക്ക് വേണ്ടി മാമോദീസ മുങ്ങിയപ്പോൾ നമ്മള് ഈ വലിയ കുടുംബത്തിലെ അംഗങ്ങളായി. ഈശോ പറഞ്ഞവളെ, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതും നിനക്കുള്ളതെല്ലാം എനിക്കുള്ളതും, ഈശോയ്ക്കുള്ളതെല്ലാം നമുക്കുള്ളതും നമുക്കുള്ളതെല്ലാം ഈശോയ്ക്കുള്ള കൊടുക്കുമ്പോഴാ ഈശോയുടെ ഇതൊക്കെ നമ്മുടേതാകുക. അപ്പൊ പിതാവിനുള്ളത് മുഴുവനും തീർത്ഥപുത്രം വന്നും പേടിച്ചപ്പോൾ നമ്മുടേതാകും. ഇത് ബാങ്കിൽ പോയി ചെക്കെഴുതി എടുക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞ് ഈ അച്ഛന്മാർ ഇപ്പം ഞാൻ പറയുക, ഞാനിപ്പോ അച്ഛനോടൊന്നും സംസാരിക്കാൻ പോകുന്നില്ല, അച്ഛന്മാരെയൊക്കെ എനിക്കറിയാം, ഞാൻ ദൈവത്തോട് നേരിട്ട് പറയാൻ പോകുക എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് ചോദിച്ചാൽ പറയും, അത് ഞാൻ സഭയാകുന്ന ബാങ്കിൽ ഇട്ടിരിക്കുകയാണല്ലോ, അത് വിതരണം ചെയ്യാനായിട്ട് കാശിമാരെ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, പോയി ചെന്ന് എഴുതി മേടിച്ചോ, എന്തുമാത്രം വേണമെങ്കിലും മേടിച്ചോളാൻ പറഞ്ഞ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. മാമോദീസ മുങ്ങിയപ്പോഴ് നമുക്ക് ബോധമൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് ധ്യാനസ്നാന മാതാപിതാക്കൾ പറഞ്ഞ് ശരിക്കും നമ്മള് അവകാശം കിട്ടി. പക്ഷെ കിട്ടിയ അവകാശം കാർമിൽ പറഞ്ഞില്ലേ, വലിയൊരു സദ്യ ഒരുക്കി വെച്ചിട്ട് നന്നായിരിക്കുന്നു പോയിട്ട് ഭക്ഷിക്കാതെ വന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. സമ്പത്ത് എത്രയുണ്ടെങ്കിലും അതുപോലെ ഇന്ന് വാട്സാപ്പിൽ കണ്ടൊരു സംഭവം, ഒരു പയ്യനെ ഒരു കിളിയെ ഒരു കൂട്ടി കെട്ടി ആക്കി അടച്ചിട്ടുകൊണ്ട് പോവുക. അപ്പൊ ഒരു മനുഷ്യൻ വന്നിട്ട്, ആ കിളിയെ എനിക്ക് തന്നേക്കാവോ, നീ ഇത് എന്തിനാ ഇത് എന്നാ എടുക്കുന്നത്? ഞാനതിനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെയൊക്കെ അവനെ കൊണ്ടാൽ പലതും ഒക്കെ കളിപ്പിക്കും, അതിന്റെ ചെറുതൊക്കെ പറിച്ചു കീറും, എന്നിട്ട് അവസാനം ചത്ത് കഴിയുമ്പോൾ ഞാൻ എന്റെ പൂച്ചയ്ക്ക് തിന്നാൻ കൊടുക്കുമെന്ന് പറഞ്ഞത്രയും. അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചാൽ എനിക്ക് തന്നേക്കാവോ, നിങ്ങൾക്ക് എന്തിനാ? എനിക്കത് വേണം, ഞാൻ വില തരാം. അപ്പം വില, അപ്പൊ
അപ്പൊ എത്രയാ വില? അപ്പൊ ഒരു 500 രൂപ ഒരു കൊച്ചു കിളിക്ക് 500 രൂപ വിളി. അപ്പൊ ഈ മനുഷ്യൻ ആ മേടിച്ചോണ്ട് പോയത്രയും മേടിച്ചോണ്ട് പോയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് അത് കഥ അങ്ങോട്ട് തുറന്നു, കിളിയെ അങ്ങ് ഫ്രീ ആയിട്ട് വിട്ടു. ഇതുപോലെ കർത്താവ് ചെയ്തതെന്ന് പറയും. അത് കേട്ടപ്പോ ഞാൻ ഓർത്തു, ഈശോ 2000 കൊല്ലം മുമ്പ് കുരിശിൽ മരിച്ചപ്പോഴ് ശരിക്ക് പറഞ്ഞില്ലേ, സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുക, ഇതാ അത് മുഴുവൻ നിനക്ക് ഞാൻ തരുന്നു. നമ്മുടേതാക്കണം. ഈ ആക്കുന്ന പണിയാണ് നമ്മുടെ പ്രത്യുത്തരം എന്ന് പറഞ്ഞ വിശ്വാസവും മാനസാന്തരം. മാനസാന്തരം നമ്മൾ അടുത്ത ആഴ്ചയൊക്കെ ഇന്ന് നമ്മൾ വിശ്വാസം. ആ വിശ്വാസം പ്രത്യുത്തരം എന്ന് പറയുമ്പോൾ എന്റെ കടങ്ങൾ മുഴുവനും കർത്താവ് വീട്ടിൽ തന്നു. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ നമ്മുടെ കാർമലിയോട് ഞാൻ ഒരിക്കലും 50,000 രൂപ കടം മേടിച്ചേ. നടക്കതേ കേട്ടോ, മേടിച്ചൊന്നുമില്ല. എന്നിട്ട് എനിക്ക് ഇത് വീട്ടാൻ ഞാൻ അയ്യോ കാർമലി തരാൻ കേട്ടോ, സാരമില്ല ചേച്ചി തന്ന കുഴപ്പമില്ലെന്ന് പറയും. അങ്ങനെ ഇരിക്കുമ്പോഴാ കാർമലിക്ക് പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നേ. അപ്പൊ ഈ വീണയൊക്കെ എവിടെ വെച്ചോ കണ്ടപ്പോ വീണ, അയ്യോ അലിച്ചേച്ചി എന്നോടൊരു 50,000 രൂപ മേടിച്ചായിരുന്നു, കിട്ടിയാൽ ഉപകാരമായേനെ, ഞാനങ്ങ് വിഷമിക്കുക. ആണോ അലിച്ചേച്ചി അങ്ങനെ മേടിച്ചിട്ടുണ്ടോ? എന്നാ ഞാൻ തരാമെന്ന് പറഞ്ഞ് വീണയാണ് 1,00,000 രൂപ എടുത്ത് കാർമലിക്ക് കൊടുത്തേ. എന്റെ കടം വീടിയില്ലേ? പക്ഷെ വീടിയെന്ന് പറഞ്ഞാലും അത് വീടിയെന്നുള്ള എനിക്ക് വീടണമെങ്കിൽ ഞാനത് അറിയണ്ടേ. അപ്പൊ എന്നിട്ട് ഞാനത് എന്റേതാക്കണം. ഇതുപോലെ ദൈവത്തിന്റെ സമ്പത്ത് മുഴുവനും ഈശോമിശിഹായുടെ കുരിശ് മരണത്തിലൂടെ നമുക്കായിട്ട് നേടി വെച്ചിരിക്കുക. അപ്പൊ നമുക്ക് എത്രമാത്രം വേണമെങ്കിലും അതുപോയി എഴുതിയെടുക്കുന്നതാ. കർമ്മലി പറഞ്ഞ പോലെ ചെക്ക് എഴുതുന്നതാണെന്ന് പിന്നെ രണ്ടുപേരും പറഞ്ഞതിൽ കൂടെ എല്ലാം ക്ലിയർ ആയി. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ അതിന് നമ്മൾ ഇങ്ങനെയൊക്കെ വന്ന് ചെക്ക് എഴുതുമ്പോ ആർക്കൊക്കെ ഉള്ള കടം മുഴുവൻ വീട്ടിലുണ്ടേ. എത്ര എടുത്താലും കുറഞ്ഞു പോവുകയില്ല. സൗജന്യ ദാനമാണ്. ദൈവത്തിന്റെ സൗജന്യ ദാനം എന്ന് പറയുന്നത് ഒത്തിരി വലുതാ. ദൈവത്തിന്റെ ആ സമ്പന്നത എന്ന് പറയുന്നത് നമുക്ക് എത്ര പറഞ്ഞാലും തിരിയാത്തതാ. അവിടെ നമ്മൾ എത്ര പാപം കൊണ്ട് പോയാലും നമുക്ക് ആ ബോധം വരിക എന്നുള്ളതാണ്. ഈ ലോകത്തിൽ വലിയ പാപികളും ചെറിയ പാപികളും ഒന്നും ഇല്ലല്ലോ. നമ്മളെല്ലാരും ഒരുപോലെ നമ്മൾ നേരത്തെ പാപം ചെയ്യുന്നത് കൊണ്ടാണോ പാപിയാകുന്നത്, പാപിയാകുന്നത് ഒക്കെ നമ്മൾ കഴിഞ്ഞ പാപത്തെ പറ്റി കേട്ടതാ. എല്ലാരും ആ കുഴിയിലാ. ഇവര് പറഞ്ഞില്ലേ, വീണ് കിടക്കുക. അവിടുന്ന് കയറി പോരണമെങ്കിൽ നമുക്ക് ഈ ബോധം വരുന്നതനുസരിച്ച് നമ്മളിങ്ങനെ അത് പോയി നമ്മുടേതാക്കുന്നതാണ്. അപ്പം പിന്നെ ഇതൊക്കെ ഈ വേദപ്രമാണങ്ങളും തിരിച്ചപ്പെട്ട കൽപ്പനകളും മൂലപാപങ്ങളും ഒരു ലിസ്റ്റൊക്കെ നമ്മളെ കാണിച്ചു. അതൊക്കെ നമുക്ക് നന്നായിട്ടൊരു കുമ്പസാരത്തിന് ഒരുങ്ങാനുള്ള സഹായം എന്നുള്ളതാണ്. എന്നിട്ട് അവസാനം ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ കുമ്പസാരം വളരെ ലളിതമാക്കാം. എന്താണെന്നറിയാം, അവസാനം ഈശോ പറഞ്ഞെന്നറിയോ, ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരുന്നു. ഏതാ ഈശോ നമുക്ക് തന്ന പുതിയ കൽപ്പന? എന്റെ പിതാവ് എന്നെ സ്നേഹിച്ചോളെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചോളെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കും. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ എന്റെ ശിഷ്യരാണെന്ന് ലോകം അറിയുമെന്ന്. അപ്പോൾ ദ ന്യൂ കമാൻഡ്മെന്റ്, സ്നേഹത്തിന്റെ, ദൈവം നമ്മളെ സ്നേഹിച്ച പോലെ ഈശോ നമ്മളെ സ്നേഹിച്ച പോലെ മറ്റുള്ളവർക്ക് മരിക്കാൻ തയ്യാറായി അങ്ങനെ സ്നേഹിക്കാനും. എന്നിട്ട് പറഞ്ഞു ദ ഗ്രേറ്റ് കമ്മീഷൻ ഇല്ലേ, ഏതാ? ലോകം എങ്ങും പോയി എല്ലാ മനുഷ്യരോടും ഈ വാർത്തയൊന്നും പറയും. അപ്പം മറ്റേ ഈ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വേണം ശരിക്കും അവസാനത്തിലേക്ക്. ആ സ്നേഹത്തിനെതിരാണല്ലോ നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കുന്നതെല്ലാം. മൂലഭാവങ്ങളെല്ലാം സ്നേഹത്തിനെതിരാ. പ്രമാണങ്ങളും തീർച്ചയായിട്ടും എല്ലാം അതെ. ആ ദൈവത്തെ സ്നേഹിക്കുന്നതിനും പരസ്പരം സ്നേഹിക്കുന്നതിനും അത് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ആ മേഖലകളൊക്കെ ഒന്ന് നമ്മൾ നോക്കി ഇവരൊക്കെ പറഞ്ഞതുപോലെ ഒരു ലിസ്റ്റൊക്കെ എഴുതുന്നത് നല്ലതാണ് കേട്ടോ. എല്ലാവരും എൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ആ വീഴ്ചകളെല്ലാം ഒന്ന് ഇരുന്ന് എഴുതുന്നത് നല്ലതാണ്. എന്ന് പറഞ്ഞാല് ഈ എഴുതിക്കൊണ്ട് കൊടുക്കുമ്പോഴൊന്നും അല്ല പാപം ക്ഷമിക്കപ്പെടുന്നത്. 2000 കൊല്ലം മുമ്പേ മോചിച്ച് കഴിഞ്ഞതാ. അത് ആ മോചിച്ച് കഴിഞ്ഞു എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുക നമ്മൾ കുമ്പസാരിക്കുമ്പോൾ. നമുക്ക് അതുകൊണ്ട് സബ്മിറ്റ് നമുക്കറിയാമല്ലോ. ഇപ്പം ഇന്ത്യ ഗവൺമെന്റ് അല്ലെ കേരള ഗവൺമെന്റ് പറഞ്ഞു കാർഷിക വായ്പകളെല്ലാം എഴുതി തള്ളിയിരിക്കുന്നു പറഞ്ഞാലും, എഴുതി തള്ളിയെന്ന് പറഞ്ഞാൽ തള്ളപ്പെടുകയല്ലോ. നമ്മള് എത്രയുണ്ട്, ആർക്കൊക്കെയാ കടം, എങ്ങനെയൊക്കെയാ കടം എന്നുള്ളത് എഴുതി ലിസ്റ്റ് ഉണ്ടാക്കി വില്ലേജ് ഓഫീസറുടെ ഒപ്പിട്ട് പോയി ബാങ്കിൽ ചെന്ന് എടുത്തൊക്കെ കൊണ്ടുവരേണ്ടി വരും.
അതുപോലെ ഒന്ന് എഴുതിയെടുക്കുന്നു എന്നുള്ളതേ ഉള്ളെന്ന് ഞാൻ പറയുകയാണ് കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് എല്ലാവരും ഈ ആഴ്ച ഒരു നല്ല കുമ്പസാരം കഴിക്കാൻ എന്ന് പറഞ്ഞാൽ ഈശോമിശിഹ 2000 കൊല്ലം മുമ്പ് നമുക്കായി നേടിയെടുത്ത ആ രക്ഷയുടെ സദ്വാർത്ത നമ്മുടെ അനുഭവമാക്കാൻ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട ഇതാണെന്നുള്ളത് പറയുക കേട്ടോ. അതുകൊണ്ട് എല്ലാവർക്കും നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർക്കും ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ കൂടിക്കൊണ്ടിരിക്കുന്നവർക്കും എല്ലാം ഈ ഒരു വലിയ സ്വാതന്ത്ര്യം, ദൈവമക്കളുടെ സ്വാതന്ത്ര്യം, പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ്, ആ ഒരു ആഘോഷം എന്നിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കത്തക്ക വിധത്തിൽ നല്ലൊരു കുമ്പസാരം, നമ്മുടെ ഈശോ കടങ്ങൾ വീട്ടിയെന്നുള്ള വിശ്വാസത്തിന്റെ പ്രകാശനം, ഇത് ഇത്രയും കടമായി എനിക്ക് വീട്ടിയിരിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ഞാനൊന്ന് ഏറ്റു പറയുമ്പോഴതിലൂടെയാണെന്ന് പറയുക, അത് വലിയൊരു അനുഭവമാകും. അപ്പൊ അങ്ങനെ നല്ലൊരു കുമ്പസാരം കഴിക്കാൻ എല്ലാവർക്കും സാധിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും നമുക്ക് എല്ലാവർക്കും ഒരുങ്ങി നല്ലൊരു കുമ്പസാരം നടത്തുകയും ചെയ്യാൻ നമ്മൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത ശനിയാഴ്ച നമ്മൾ കോഴ്സിന് വരുമ്പോഴേക്ക് എല്ലാവരും ഇങ്ങനെ ആ ഒരു സ്വാതന്ത്ര്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് വരാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ. താങ്ക് യു ആലിസുട്ടി ചേച്ചി. ഈശോ നമുക്കായി നേടുത്തുന്ന രക്ഷ സ്വന്തമാക്കുന്ന എത്ര സിമ്പിൾ ആണെന്നും സഭയുടെ നിധിയിൽ നിന്നും ഒരു വലിയ ചെക്ക് എഴുതി നമ്മളത് എങ്ങനെ സ്വന്തമാക്കണമെന്നും വളരെ ലളിതമായി ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ആലിസുകുട്ടി ചേച്ചിക്ക് ഒത്തിരി നന്ദി. ഇനി നമുക്ക് വൈൻഡ് അപ്പ് നമുക്ക് ക്ലോസിംഗ് മെസ്സേജ് ആണ്. സമാപന സന്ദേശവും ആശീർവാദവും നൽകുന്നതിനായി ഫാദർ ജോമോൻ തകഴിയക്കുന്നേൽ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കേൾക്കാമോ? കേൾക്കാം. ഹലോ കേൾക്കാം അച്ഛാ. ഓക്കെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മിസ്സിയോടെ ഈ കൂട്ടായ്മയിൽ നിങ്ങളോടൊപ്പം സഞ്ചരിക്കുവാനായിട്ട് സാധിക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മളിന്ന് വിശ്വാസ പ്രത്യുത്തരത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. ദൈവത്തോട് നമ്മൾ അനുരഞ്ജനപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൂടുതലായിട്ട് ഭാരങ്ങൾ ഇറങ്ങിപ്പോവുക. നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 49 തൊട്ട് 51 വരെയുള്ള തിരുവചനങ്ങളിൽ ബർത്തിമ്യൂസിനെ നമ്മൾ കണ്ടുമുട്ടുന്നു. ബർത്തിമ്യൂസ് തൻ്റെ പുറംകുപ്പായം വലിച്ചെറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവന് കുതിച്ചു ചാടാനായിട്ട്, അല്ലെങ്കിൽ കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ പുറംകുപ്പായം വലിച്ചെറിഞ്ഞ് ഓടുന്ന ബർത്തിമ്യൂസിനെ നമ്മൾ കാണുന്നുണ്ട്. പ്രകാരം സമാധാനം തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പൊ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം അവിടെ വീണ്ടെടുക്കപ്പെടുകയാണ്. അപ്പം നമ്മൾ ദൈവത്തോട് അനുരഞ്ജനപ്പെടുമ്പോൾ നമ്മൾ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം നമ്മൾ പുനഃസ്ഥാപിക്കുന്നു. നമ്മുടെ കുടുംബ ജീവിതങ്ങളിലാണെങ്കിൽ സന്തോഷങ്ങൾ കടന്നു വരുന്നു. അപ്പൊ ദൈവം നമ്മുടെ ജീവിതത്തിൽ ക്ഷമിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു പുതിയ വ്യക്തിയായിട്ട് മാറ്റപ്പെടുകയാണ്. അത് നമ്മൾ ആ ടെസ്റ്റിമണിയിൽ നമ്മളത് കണ്ടു. നല്ല ഒരുക്കമുള്ള കുംസാരത്തിലൂടെ തന്നെ മാറ്റിയെടുക്കുവാനായിട്ട് സാധിച്ചു എന്നത്. അപ്പം ഒരുക്കമുള്ള ഒരു കുംസാരം നമ്മൾ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവിടെ അത്ഭുതങ്ങൾ നമ്മൾ കാണുമെന്നുള്ളത്. അപ്പം നമ്മൾ സാധാരണ നമ്മളിപ്പോ കുംസാരത്തിനുള്ള അല്ലെങ്കിൽ നല്ല കുംസാരത്തിന് വേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പം പാപങ്ങളെല്ലാം ക്രമമായിട്ട് ഓർക്കണം, പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിക്കണം, അങ്ങനെ പോകുന്നു. പക്ഷെ അതിന് ചെറിയൊരു മാറ്റം ഞാനൊന്ന് വരുത്തി പറയുകയാണ് ഉദ്ദേശിക്കുകയാണ്. ചില സമയങ്ങളിലൊക്കെ നമ്മൾ കാണുക, പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കുക എന്നതിന് പകരം നമ്മളെല്ലാം പാപങ്ങളെല്ലാം ക്രമമായി അങ്ങ് ചെയ്യുന്നതായിട്ടാണ് കാണുക. അപ്പൊ അതാണ് നമ്മൾ പാപങ്ങളെല്ലാം ക്രമമായി ചെയ്യാതെ പാപങ്ങളെല്ലാം ക്രമമായിട്ട് ഓർക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നന്നായിട്ട് മനസ്തപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ അത്ഭുതം, അല്ലെങ്കിൽ കുമ്പസാരക്കൂട്ടിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് അനുഭവം ഉണ്ടാവുകയുള്ളൂ. ഒരു തുറന്നു പറച്ചിൽ ആവശ്യം. പലപ്പോഴും നമ്മൾ കുമ്പസാരത്തിനൊക്കെ കണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കുമ്പസാരത്തിനുള്ള ഒരു ഇതാണ് വൈദികൻ കൽപ്പിക്കുന്ന പ്രായശ്ചിത്തം നിറവേറ്റുകയാണ്. പക്ഷെ പലപ്പോഴും കണ്ടിരിക്കുക വൈദികൻ കൽപ്പിക്കുന്ന പ്രായശ്ചിത്തം വൈദികൻ തന്നെ നിറവേറ്റാൻ വേണ്ടിയാണ്, അങ്ങനെയാണ് കാണുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പ്രായശ്ചിത്തം പറയുന്നതിന് മുമ്പ് തന്നെ തങ്ങളുടെ കുമ്പസാരം കഴിഞ്ഞു എന്ന് ഓർത്ത് എഴുന്നേറ്റ് പോകുന്ന ഒത്തിരിയേറെ വ്യക്തികളുണ്ട്. അപ്പം നമ്മൾ തിരിച്ചറിയേണ്ടത്,
അവിടെ നമുക്ക് കിട്ടാനുള്ള പ്രായശ്ചിത്തം നമ്മൾ സ്വീകരിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോകുമ്പോഴാണ് ആ കുമ്പസാരം നമുക്ക് കൂടുതലായിട്ട് അനുഭവമായിട്ട് തീരുക. വീണ്ടും അതുപോലെ തന്നെയാണ് നോക്കുമ്പോൾ നമ്മൾ പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ കുമ്പസാരിക്കാനായിട്ട് അല്ലെങ്കിൽ കുമ്പസാരക്കൂട്ടിൽ നോക്കുമ്പോൾ അച്ഛൻ അവിടെ ഇരിക്കുന്നു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ അച്ഛനായിട്ടൊരു പണി കൊടുത്തേക്കാന്നുള്ള രീതിയിൽ വന്ന് കുമ്പസാരിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ കുമ്പസാരിക്കുമ്പോൾ നമുക്ക് ഒരു അനുഭവം കിട്ടുകയില്ല. എന്നിട്ട് അത്രയും കിട്ടാതെ വരുമ്പോൾ നമ്മൾ പറയും, എല്ലാവരും പറയുന്നു കുമ്പസാരം നടക്കുന്നുണ്ട്, കുമ്പസാരിച്ചിട്ട് എല്ലാവർക്കും അനുഭവം കിട്ടുന്നുണ്ട്, പക്ഷെ എനിക്ക് മാത്രം ഒരു അനുഭവം കിട്ടുന്നില്ല. എന്ന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തില് നമ്മൾ എത്രമാത്രം ഒരുങ്ങി കുമ്പസാരക്കൂട്ടിലേക്ക് കടന്നു ചെല്ലുന്നുവോ ആ ഒരുക്കമുണ്ടെങ്കിൽ മാത്രമേ ആ കുമ്പസാരത്തില് നമുക്ക് അനുഭവം അല്ലെങ്കിൽ ആ കുമ്പസാരം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ ആ ടെസ്റ്റിമണിയിൽ കണ്ടു, ഒരു ആഗ്രഹവുമില്ലാതെ പോയെങ്കിലും കുമ്പസാരത്തിന് ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ ഇതെല്ലാം കുമ്പസാരം കഴിയുമ്പോൾ ഞാൻ ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞെങ്കിലും ആ കുമ്പസാരം കഴിഞ്ഞപ്പോൾ അവിടെ ആ ജീവിതത്തില് ഒത്തിരിയേറെ മാറ്റങ്ങൾ സംഭവിക്കുക. പിന്നെ ആ ധ്യാനം മുഴുവൻ തീർത്തതിന് ശേഷം പോയെന്നാണ് സഹോദരി പറഞ്ഞത്. അപ്പൊ ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലും ഈ മാറ്റങ്ങൾ കടന്നു വരാനായിട്ട് സാധിക്കും. നല്ലൊരു ഒരുക്കത്തോടു കൂടി നമ്മൾ കുമ്പസാരിക്കുമ്പോൾ ആ ഒരുക്കത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലും ധാരാളം മാറ്റങ്ങൾ സംഭവിക്കും. അത് തന്നെയാണ് വിശുദ്ധ ആഗസ്തീനോസിന്റെ ജീവിതത്തിലും സംഭവിക്കുക. ആഗസ്തീനോസിന്റെ ജീവിതത്തിൽ ആഗസ്തീനോസിന് റോമായുടെ സുവിശേഷം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം അതിന്റെ 12 മുതലുള്ള തിരുവചനങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട്: രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു, ആകയാൽ അന്ധകാരത്തിന്റെ പ്രവർത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യ ലഹരിയിലോ അവിഹിത വീഴ്ചകളിലോ വിഷയാസ്തികളിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. സ്നേഹം നിറഞ്ഞവരെ, ഈ ഒരു ബൈബിൾ വാക്യമാണ് അഗസ്റ്റിന്റെ ജീവിതത്തിൽ അഗസ്റ്റിനെ പൂർണ്ണമായിട്ടും ഒരു വിശുദ്ധിയുടെ പടവ് ചവിട്ടാനായിട്ട് കാരണമായത്. അതുപോലെ സ്നേഹം നിറഞ്ഞവരെ, ഈ കുമ്പസാരക്കൂട്ടിലേക്ക് നമ്മൾ അണയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, കുമ്പസാരക്കൂട്ടിൽ നമ്മളെ കേൾക്കുവാനായിട്ട് ഈശോ തന്നെ അവിടെ ഇരിക്കുകയാണ്. വൈദികനാണ് ഇരിക്കുന്നതെങ്കിലും ആ വൈദികന്റെ സ്ഥാനത്ത് ഈശോയാണ് ഇരിക്കുന്നുള്ള ആ ഒരു ബോധ്യം നമുക്ക് ആ കുമ്പസാരക്കൂട്ടിൽ നമ്മൾ ഒരുപക്ഷെ പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നത് കുമ്പസാരക്കൂട്ടിൽ പലപ്പോഴും കണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: കുമ്പസാരക്കൂട്ടിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി അല്ല, മറിച്ച് കുമ്പസാരം കഴിഞ്ഞ് തിരികെ പോകുന്നത്. എനിക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത്, ഒരു വ്യക്തി കുമ്പസാരിക്കാൻ സാധാരണ വെറുതെ ഞങ്ങളുടെ ആശ്രമത്തിന്റെ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആശ്രമത്തിന്റെ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ബെല്ലടിച്ചു കഴിഞ്ഞ് ഞാൻ വിളിച്ചു, എന്താണ് കാര്യം? ഒന്ന് കുമ്പസാരിക്കണം. അപ്പൊ കുമ്പസാരം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് ഇപ്രകാരമാണ് പറഞ്ഞത്: ആ ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഉൾവിളി ലഭിച്ചു. അതാണ് ഞാൻ കുമ്പസാരിക്കാനായിട്ട് വന്നത്. ഇപ്പൊ കുമ്പസാരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലുള്ള എന്തോ ഒരു വലിയ ഭാരം ഇറങ്ങിപ്പോയതുപോലെ എനിക്ക് തോന്നുന്നു. കുറെ സമാധാനം അനുഭവിക്കുവാനായിട്ട് സാധിച്ചു. ഞാൻ ഒത്തിരിയേറെ വിഷമതയോടുകൂടി അല്ലെങ്കിൽ വേദനയോടുകൂടിയാണ് ഈ ദേവാലയത്തിൽ കുറച്ച് ശാന്തമായിട്ട് ഇരിക്കാനായിട്ടാണ് കടന്നു വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ആ കുമ്പസാരത്തെ കുറിച്ചുള്ള ചിന്തകൾ വരികയും കുമ്പസാരിക്കുകയും കഴിഞ്ഞപ്പോൾ ഒരു വലിയ ഭാരം ഇറങ്ങിപ്പോയതായിട്ട് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ സ്നേഹം നിറഞ്ഞവരെ, ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുമ്പസാരക്കൂട്ടിലേക്ക് അണയുമ്പോഴും നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു പുതിയ വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കും. എന്നിട്ട് നമ്മൾ നടന്നു നീങ്ങുന്ന വഴികളിലൊക്കെ ഒത്തിരിയേറെ കുഴികൾ നിറഞ്ഞതാണെങ്കിൽ, അതായത് പാപത്തിന്റെ കുഴികൾ നിറഞ്ഞതാണെങ്കിൽ വീഴാനായിട്ട് നമുക്ക് എളുപ്പമാണ്. പക്ഷെ ആ വീണ കുഴിയിൽ നിന്ന് കയറി വരാനായിട്ട് വളരെയേറെ പ്രയാസമാണ്. ഇനി അഥവാ കയറി കഴിഞ്ഞാലും വീണ്ടും അതേ കുഴികൾ തന്നെ അവിടെ ഇവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അതില് ആ ഓരോ കുഴികളിലും വീഴാതിരിക്കാനായിട്ട് അല്ലെ വീഴാതെ നടന്നു നീങ്ങുവാനായിട്ട് പരിശ്രമിക്കണം. അപ്പൊ സ്നേഹം നിറഞ്ഞവരെ, ഈ മണിക്കൂറുകളിൽ നമ്മൾ കേട്ടവ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും പ്രാവർത്തികമാക്കിക്കൊണ്ട് വിശുദ്ധിയുടെ ജീവിതം നയിച്ചുകൊണ്ട് നല്ലൊരു കുമ്പസാര കൂദാശ സ്വീകരിച്ചുകൊണ്ട് നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ഹൃദയത്തെ നമ്മുടെ മനസ്സിനെയും എല്ലാം ഒരുക്കിക്കൊണ്ട് കർത്താവിന്റെ ആശീർവാദത്തിനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സകല വിശുദ്ധരുടെയും സകല മാലാഖമാരുടെയും സംരക്ഷണവും സഹായവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങളുടെ മേലും മിസ്യോ കുടുംബത്തിന്റെ മേലും ഉണ്ടാകുമാറാകട്ടെ.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്മിത മ്യൂട്ടാണേ. അൺമ്യൂട്ട് സ്മിത, അൺമ്യൂട്ട് ചെയ്യേ. താങ്ക് യു ജോമോനച്ച. നമ്മളിലുള്ള ചില പുറങ്കുപ്പായങ്ങൾ നമ്മൾ എങ്ങനെ വലിച്ചെറിയണമെന്നും പിന്നെ നല്ലൊരു കുമ്പസാരത്തിനൊരു കൂട്ട് എന്താണെന്നും നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്ന് നമ്മൾക്ക് ബ്ലെസ്സിങ് നൽകിയ ജോമോനച്ചന് ഒത്തിരി നന്ദി. ഇനി ഒരു സമാപന ഗാനത്തോടെ നമ്മുടെ ഈ സെഷൻ അവസാനിക്കുകയാണ്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ കേട്ടു. അതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സർവേശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. സമാപന ഗാനത്തിനായി മറീന ജോയിയെ ക്ഷണിച്ചുകൊള്ളുന്നു. യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ. സ്നേഹമേ നിൻ ഹൃദയം ക്ഷമയുടെ സാഗരമോ. നന്മകൾക്കു നന്ദിക്കാൻ എന്തു ചെയ്യും ഞാൻ. മനസ്സുഖമെങ്ങു പോയി എനിക്കില്ല ശാന്തി തെല്ലും. നിമിഷ സുഖം നുകരാൻ കരളിനു ദാഹമെന്നും. സഹനങ്ങളേറും നേരം തിരഞ്ഞില്ല നിന്നെ നാഥ. പകയുടെ തീക്കനലായി മുറിവുകളേറി എന്നിൽ ഈശോ പറയൂ നീ ഞാൻ യോഗ്യയോ. യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ. സ്നേഹമേ നിൻ ഹൃദയം ക്ഷമയുടെ സാഗരമോ. നന്മകൾക്കു നന്ദിക്കാൻ എന്തു ചെയ്യും